वंदे मातरम शुरू करेंगे। वंदे मातरम, वंदे मातरम, सुजलाम सुफलाम जलयतीतलाम श्यामलाम मातरम, वंदे मातरम, सुप्रजोषा गुणगिलयामिनीं गुल्लकुसुमित द्रुमदलशोभिनीं सुहासिनीं सुमधुरभाषिणीं सुगदां वरदां मातरं, वन्दे मातरं, वन्दे मातरं। जय से यात्रा शुरू करेंगे। वीरों को हर्षाने वाला मातृभूमि का तनु मनुसारा ठंडा उजाड़ के जाने इसकी जाने पाए चाहे जान भले ही जाए विश्व विजयी करके निकले कब होवे प्रण पूर्ण हमारा ठंडा उजाड़ रे हमारा। राष्ट्रगान शुरू करेंगे। जन मन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड़ उत्कल गंगा विंध्य हिमाचल यमुना गंगा उज्जल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे भागे तव जय गाथा जन जन मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे। आजाद है जिंदाबाद कौमी नारा वंदे मातरम। KPCC अध्यक्ष आई कांग्रेस हൈക്കമാൻഡ് നിയോഗിച്ച श्रीमती सोनिया गांधी निയോഗിച്ച പ്രിയങ്കരനായ ശ്രീ കെ സുധാകരൻ, ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, ആദരണീയനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, ആരാധ്യനായ മുൻ KPCCയുടെ അധ്യക്ഷൻ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവർ, ആരാധ്യനായ മുൻ പ്രതിപക്ഷ നേതാവ് മുൻ KPCCയുടെ അധ്യക്ഷൻ ശ്രീ രമേശ് ചെന്നിത്തല അവർ, പ്രിയപ്പെട്ട KPCCയുടെ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട വർക്കിംഗ് പ്രസിഡന്റുമാർ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, പ്രിയപ്പെട്ട ശ്രീ PT തോമസ്, ശ്രീ അഡ്വക്കേറ്റ് T സിദ്ദിഖ്, ബഹുമാന്യരായ AICCയുടെ സെക്രട്ടറിമാർ ശ്രീ ഐവാൻ ഡിസൂസ, ശ്രീ PV മോഹൻ, പ്രിയപ്പെട്ട ശ്രീ വിശ്വനാഥൻ ജി, മുൻ KPCC ദീർഘമായ ഒരു സ്വാഗത പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല എങ്കിലും നമുക്കെല്ലാം അറിയുന്നതുപോലെ KPCCയെ വളരെ കുലീനമായി പ്രൗഢമായി അതിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ മുന്നോട്ട് നയിച്ച ഗാന്ധിയൻ രാഷ്ട്രീയത്തെ എന്നും ഉയർത്തിപ്പിടിക്കുന്ന
ബഹുമാന്യനായ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവർകൾ അദ്ദേഹത്തിന്റെ കുലീന നേതൃത്വം സംഘടനയെ ഈ കഴിഞ്ഞ കാലയളവിൽ മുന്നോട്ട് നയിക്കുകയുണ്ടായി. അദ്ദേഹം ഇവിടെയുള്ള ഒറ്റ വാക്കിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ അഭിമാനവും ആവേശവുമായ KPCCയുടെ പുതിയ അധ്യക്ഷനായി കോൺഗ്രസ് അധ്യക്ഷ നിയോഗിച്ച ശ്രീ കെ സുധാകരനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അഭിമാനത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ്, ആരാധ്യനായ കേരള നിയമസഭയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചുരുങ്ങിയ സഭാ സമ്മേളനമാണ് ഭരണപക്ഷത്തിന് വലിയ വെല്ലുവിളികൾ ഉയർത്തുന്ന ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുക. ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രി, AICCയുടെ ജനറൽ സെക്രട്ടറി, പ്രവർത്തക സമിതി അംഗം, നമ്മുടെ എല്ലാം പ്രിയങ്കരനും ആരാധ്യനുമായ ശ്രീ ഉമ്മൻചാണ്ടി അവരുടെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ശ്രീ താരിഖ് അൻവർ ഒരു ആമുഖത്തിന്റെ ആവശ്യമില്ലാത്ത നേതാവാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. ഒരാളായി പ്രവർത്തിച്ച 3 സെക്രട്ടറിമാർ നമ്മളോടൊപ്പമുണ്ട്. പ്രിയങ്കരനായ ശ്രീ വിശ്വനാഥൻ, ബഹുമാന്യനായ ഐവാൻ ഡിസൂസ, പ്രിയപ്പെട്ട PV മോഹൻ, 3 പേരെയും സ്വാഗതം ചെയ്യുകയാണ്. ആരാധ്യരായ മുൻ KPCCയുടെ അധ്യക്ഷന്മാർ, ആരാധ്യനായ ശ്രീ K മുരളീധരൻ അവർകളെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുക. ആരാധ്യനായ ശ്രീ M ഹസൻ അവർകളെ എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം പ്രിയപ്പെട്ട കെ സുധാകരനെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും നിയോഗിച്ച നിയമന ഉത്തരവ് എല്ലാവരുടെയും അറിവിലേക്കും അനുവാദത്തിലേക്കുമായി വായിക്കുകയാണ്. Honorable Congress President has appointed Sri K. Sudhakaran, MP, as the President of Kerala Pradesh Congress Committee with immediate effect. Honorable Congress President has also appointed following persons as working presidents of Kerala Pradesh Congress Committee: Sri Kodikkunil Suresh, MP, Sri P.T. Thomas, MLA, Sri T. Siddiq, MLA. The party appreciates the contributions of outgoing BCC President Sri Mullapalli Ramachandran. The party also appreciates the contributions of outgoing working President Professor K.V. Thomas, K.C. Venugopal, General Secretary, Organization. ഇനി നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന അഭിമാന മുഹൂർത്തം, അതിലേക്ക് നമ്മൾ കടക്കുകയാണ്. KPCC 100 വർഷങ്ങൾക്ക് മുമ്പാണ് 1921 ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളനത്തിലാണ് KPCC എന്ന ആശയവും ഐക്യ കേരളം എന്ന ആശയവും പിച്ചവെച്ച് കടന്നു വന്നത്. 100 വർഷങ്ങൾക്ക് ശേഷം കമ്മ്യൂണിസ്റ്റ് ഫാസിസത്തോടും സന്ധിയില്ലാതെ പോരാട്ടം നടത്തുന്ന കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശമായ കെ സുധാകരൻ KPCCയുടെ അധ്യക്ഷനായി ചുമതലയേൽക്കുകയാണ്. അദ്ദേഹത്തിന് നമ്മുടെ എല്ലാം ആരാധ്യനായ ബഹുമാന്യനായ മുല്ലപ്പള്ളി ഗോപാലൻ എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മകനായി ഗാന്ധിയൻ രാഷ്ട്രീയത്തെ തന്റെ ജീവിത ദർശനമാക്കി ഉൾച്ചേർത്ത ബഹുമാന്യനായ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവർ അദ്ദേഹത്തിന് ചുമതല കൈമാറുന്ന ചടങ്ങ്, അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. KPCC പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്ത ശ്രീ കെ സുധാകരനെ അനുമോദിച്ചുകൊണ്ടും KPCCക്ക് വളരെ
അഭിമാനകരമായി നേതൃത്വം നൽകിയ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 സീറ്റും നേടി ഉജ്ജ്വല വിജയത്തിലേക്ക് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ച ആദരണീയനായ ഈ മുന്നപ്പള്ളി രാമചന്ദ്രൻ അവർ ചുമതല ഒഴിയുന്ന ബഹുമാന്യനായ അധ്യക്ഷൻ ഇപ്പോൾ ഈ മഹാസമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീമാൻ കെ സുധാകരൻ, AICCയുടെ കേരളത്തിൻ്റെ ചുമതലയുടെ ജനറൽ സെക്രട്ടറി ശ്രീമാൻ താരിഖ് അൻവർ, AICCയുടെ ജനറൽ സെക്രട്ടറിയും മുൻ മുഖ്യമന്ത്രിയുമായ ശ്രീമാൻ ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ VD സതീശൻ, മുൻ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനും മുൻ പ്രതിപക്ഷ നേതാവുമായ ശ്രീമാൻ രമേശ് ചെന്നിത്തല, KPCCയുടെ മുൻ അധ്യക്ഷന്മാർ ശ്രീമാൻ K മുരളീധരൻ, ശ്രീമാൻ MM ഹസൻ, AICCയുടെ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാർ ശ്രീമാൻ P വിശ്വനാഥൻ, ശ്രീമാൻ ഐവാൻ ഡെസൂസ, ശ്രീമാൻ PV മോഹനൻ, വർക്കിംഗ് പ്രസിഡന്റുമാരായി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ നോമിനേറ്റ് ചെയ്ത ശ്രീമാൻ കൊടിക്കുന്നിൽ സുരേഷ്, ശ്രീമാൻ PT തോമസ്, ശ്രീമാൻ T സിദ്ദിഖ്, ബഹുമാന്യരായ നേതാക്കന്മാരെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള സഹപ്രവർത്തകന്മാരെ, മാധ്യമങ്ങൾക്ക് വന്നു ചേർന്ന പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, KPCC അധ്യക്ഷനായി എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീമാൻ K സുധാകരൻ ചുമതലയേൽക്കുന്ന ചടങ്ങാണിത്. മഹാരഥന്മാരായ ഒട്ടേറെ ത്യാഗധന്മാർ അലങ്കരിച്ച അത്യുന്നത പദവിയിലേക്കാണ് അദ്ദേഹം കാലെടുത്ത് വെക്കുന്നത്. പൂർവ്വസ്ഥിതികളായ ആ മഹാന്മാരെയെല്ലാം ഞാൻ ആദരപൂർവ്വം അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രീ സുധാകരനും അദ്ദേഹത്തിന്റെ സഹഭാരവാഹികൾക്കും ഞാൻ സർവമംഗളങ്ങളും ആശംസിക്കുന്നു. ശ്രീ സുധാകരനെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷയാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ നയിക്കാൻ നായകനായി നിയോഗിച്ചത്. സകല തലങ്ങളും നടന്ന വിശാലമായ ചർച്ചകളിലൂടെയാണ് പാർട്ടി തീരുമാനമെടുത്തിട്ടുള്ളത്. ശ്രീമതി സോണിയാജി, ശ്രീ രാഹുൽജി, ഞാൻ പ്രത്യേകമായി അത്തരമൊരു തീരുമാനം എടുത്തതിന് ഹൃദയപൂർവ്വം എൻ്റെ അഭിനന്ദനം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. സംഘടനയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ, കേരളത്തിന്റെ ചുമതലയുള്ള നമ്മുടെ പ്രിയ സ്നേഹിതൻ കൂടിയായിട്ടുള്ള ജനറൽ സെക്രട്ടറി ശ്രീമാൻ താരിഖ് അൻവർ എന്നിവരെയും ഞാൻ പ്രത്യേകമായിട്ട് അനുമോദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കാം. MP-മാർ, MLA-മാർ, മറ്റു തരത്തിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ നേതാക്കന്മാർ, സർവോപരി കോൺഗ്രസിൽ അടിമുടി മാറ്റം ആഗ്രഹിക്കുന്ന കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകന്മാരെയും ഞാൻ ഈ സന്ദർഭത്തിൽ എന്റെ അനുമോദനം അറിയിക്കുന്നു. 2.5 വർഷം മുമ്പ് ഇതേ ഹാളിൽ വെച്ചാണ്, KPCCയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഞാൻ അധികാരം ഏറ്റുവാങ്ങിയത്. സോണിയാജി, രാഹുൽജി, AK ആന്റണി തുടങ്ങിയിട്ടുള്ള നേതാക്കന്മാർ അവരെല്ലാവരും കലവറയില്ലാത്ത പിന്തുണയാണ് എനിക്ക് നാടുവരെ നൽകിയിട്ടുള്ളത്. ഇത്തരമൊരു ചടങ്ങിൽ ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എൻ്റെ പ്രകാശ ഗോപുരമായിട്ട് വർദ്ധിച്ച ദിവംഗതയായ ഇന്ദിരാജിയും രാഹുൽജിയും ഞാൻ ഈ സന്ദർഭത്തിൽ
അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ലീഡർ ശ്രീ കെ കരുണാകരൻ, പ്രിയപ്പെട്ട ശ്രീമാൻ കെ കരുണാകരൻ, അദ്ദേഹം എനിക്ക് നൽകിയിട്ടുള്ള അളവറ്റ സ്നേഹവാത്സല്യത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അത്രയേറെ കടപ്പാട് എനിക്ക് അവിടെ എല്ലാവരോടും ഉണ്ട്. പ്രത്യേകിച്ച് ശ്രീമൻ എ പി ആന്റണി അന്നത്തെ ഉദ്ഘാടന പ്രസംഗം നടത്തിയ ആ നിമിഷം ഞാൻ പുറത്തെടുക്കുകയാണ്. ആദർശനിഷ്ഠയുള്ള ഒരു നേതാവിൽ നാം കേട്ട ഒരു പ്രസംഗമായിരുന്നു ആ പ്രസംഗം. ഒരു പുതിയ നെറേറ്റീവ് കേരളത്തിലെ കോൺഗ്രസ് വരച്ചു വെച്ച ദിശാബോധവും അതുപോലെ തന്നെ പാർട്ടിയിലെ പ്രവർത്തകന്മാർക്ക് പ്രചോദനം നൽകിയ ഒരു പ്രസംഗമായിട്ടാണ് എല്ലാവർക്കും അന്ന് അനുഭവപ്പെട്ടത്. പ്രസിഡന്റ് പദവി എന്നെ സംബന്ധിച്ച് സത്യസന്ധമായി വിലയിരുത്തുമ്പോൾ ഒരു കടുത്ത വെല്ലുവിളിയായിട്ടായിരുന്നു ഞാൻ കണ്ടത്. കേന്ദ്രത്തിലും കേരളത്തിലും അധികാരം നഷ്ടപ്പെട്ട് കോൺഗ്രസിൽ തിരിച്ചു വരികയില്ല എന്ന് എല്ലാവരും വിജയിക്കുക ആ ചരിത്രത്തിലെ വിഷമകരമായ സാഹചര്യം. അതുകൊണ്ട് തന്നെ ദൗത്യം വളരെ വളരെ വലുതായിരുന്നു. പ്രസിഡന്റുകളാകട്ടെ അതിലേറെ വളരെയേറെ പ്രയാസപൂർണമായതായിരുന്നു അന്നത്തെ പ്രസിഡന്റ് സിംഹമായ കാലഘട്ടം. കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു വ്യവസ്ഥ മാത്രമാണ് അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പാകെ ഞാൻ വെച്ചത്. എനിക്ക് സമ്പൂർണമായ സഹായ സഹകരണം കേരളത്തിലെ കോൺഗ്രസിലെ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് എനിക്ക് ലഭിക്കണം എന്ന ഒരൊറ്റ നിബന്ധന മാത്രമാണ് ഞാൻ ഹൈക്കമാൻഡിന് മുമ്പിൽ അന്ന് വെച്ചത്. ശ്രീമാൻ രമേശ് ചെന്നിത്തലയും ശ്രീമാൻ ഉമ്മൻചാണ്ടിയും ഞാൻ എല്ലാ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. അവരെനിക്ക് ഈ നിമിഷം വരെ പരിപൂർണമായ സഹായം നൽകിയിട്ടുള്ള കാര്യം ഞാൻ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അവിടെ എനിക്ക് കടപ്പാടുണ്ട്, അവിടെ എനിക്ക് നന്ദിയുണ്ട്. ആ കടപ്പാടും നന്ദിയും രേഖപ്പെടുത്തോടൊപ്പം ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ പാർട്ടിയെ ഒന്നിച്ചൊന്നായി അണിനിർത്തിക്കൊണ്ട് മുന്നോട്ട് വെക്കാൻ എനിക്ക് സാധിച്ചത് എന്ന കാര്യവും ഞാൻ അനുസ്മരിക്കട്ടെ. പിന്നെ ഐക്യവും അച്ചടക്കവും പാർട്ടിയിൽ ഉറപ്പുവരുത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പലപ്പോഴും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്മാരോടും എന്റെ സംസ്ഥാന ഭാരവാഹികളോടും എല്ലാ തലത്തിൽ പട്ടികളുടെ നേതാക്കന്മാരോടും കാർക്കശസിന്റെ ഭാഷയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്ന കാര്യം ഞാൻ ഓർക്കുന്നു. അച്ചടക്കവും ഐക്യവും ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ആ നിലപാട് ഞാൻ സ്വീകരിച്ചത്. ആഭ്യന്തര ജനാധിപത്യം പാർട്ടിയുടെ എല്ലാ തലത്തിലും ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇന്റേണൽ ഡെമോക്രസി അത് ഉറപ്പുവരുത്താതെ ഒരു സെമി കേഡർ പാർട്ടി പോലും അല്ലാത്ത കോൺഗ്രസിനാണ് മുന്നോട്ട് പോകാൻ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. ഡിസ്കസ്, ഡിബേറ്റ് ആൻഡ് ഡിസെന്റ് അതായിരുന്നു എന്റെ തീരുമാനം. ആ തീരുമാനത്തിന് വെളിച്ചത്തിലാണ് ഞാൻ മുന്നോട്ട് പോയത്. ജനാധിപത്യത്തിന്റെ കാതലും അത് തന്നെയാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആ ജനാധിപത്യത്തിന്റെ പ്രാഥമികമായ തത്വങ്ങൾ എനിക്കും നിങ്ങൾക്കും തന്നെ പഠിപ്പിച്ചു തന്നത് മഹാനായ ജനാധിപത്യ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും പ്രഗത്ഭനായ നേതാവ് മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. ജനകീയ അടിത്തറയുള്ള അച്ചടക്കമുള്ള ഒരു പ്രസ്ഥാനമായി ഈ പ്രസ്ഥാനത്തെ മാറ്റുക എന്നതായിരുന്നു എന്റെ ലക്ഷ്യം. ഒരു മഹാ സൗധത്തിന് ശക്തമായ അസ്ഥിവാരം ഉണ്ടായ മതിയാവുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും സഹകരിച്ചുകൊണ്ട് നമ്മൾ നടത്തിയ മൈ ബോർഡ് മൈ പ്രൈഡ് എന്ന ഏറെ എല്ലാവരും തന്നെ പ്രകൃതിച്ച നമ്മുടെ താഴെപ്പറ്റുള്ള സംഘടന ഒരു സംവിധാനം എന്റെ മൂത്ത അഭിമാനം. ആ പദ്ധതിയുമായി നമ്മൾ മുന്നോട്ട് പോയപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ പ്രയാണത്തിലേക്കുള്ള ശരിയായ ഒരു ദിശയിലേക്ക് പാർട്ടിയെ നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഉറച്ച തീരുമാനമായിരുന്നു. 25,000 ബൂത്ത് പ്രസിഡന്റുമാരെ നമുക്ക് തെരഞ്ഞെടുക്കാൻ സാധിച്ചു. അതോടൊപ്പം 25,000 മഹിളകളായിട്ടുള്ള
സഹോദരിമാരെ കണ്ടെത്തിക്കൊണ്ട് ബൂത്തിന്റെ ഉപാധ്യക്ഷ സ്ഥാനം കൊടുക്കാൻ വേണ്ടി സാധിച്ച ആ ചരിത്ര മുഹൂർത്തം രാഹുൽജിയായിരുന്നു അന്ന് പാർട്ടിയുടെ അധ്യക്ഷൻ. മറൈൻ ഡ്രൈവിൽ നടന്ന ആ മഹാസംഗമത്തിൽ അദ്ദേഹം സംസാരിച്ച കാര്യം നമ്മൾ ആരും മറന്നുപോയിട്ടില്ല. പിന്നെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. അന്നത്തെ കോൺഗ്രസിന്റെ നേതൃത്വത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ തലത്തിലും പാർട്ടിക്ക് മുന്നൊരുക്കം നടത്തണം, പാർട്ടിയെ സകല തലത്തിലും ശക്തിപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആരംഭിച്ച നമ്മുടെ ജനമഹായാത്ര അതും ലക്ഷ്യത്തിലേക്കുള്ള മറ്റൊരു പ്രയാണമായിരുന്നു. ഓരോ ദിവസവും ജനമഹായാത്ര പിന്നിടുമ്പോൾ ജനം അത് നെഞ്ചോട് ചേർക്കേണ്ടി വരുന്ന കാഴ്ചയാണ് വികാരനിർഭരമായി അന്നത്തെ യാത്രയുടെ നായക നേതൃത്വത്തിൽ ആ യാത്ര വിജയിപ്പിക്കാൻ വേണ്ടി രാവും പകലും കഷ്ടപ്പെട്ട നിങ്ങൾക്കെല്ലാം തന്നെ ബോധ്യപ്പെട്ട കാര്യം. എല്ലായിടത്തും നമ്മുടെ പരിപാടികളിൽ ആപാരവൃത്തം ആളുകൾ, ആയിരങ്ങൾ അവരെല്ലാം തന്നെ പങ്കെടുക്കുന്നത് വിജയിപ്പിക്കുന്ന കാഴ്ച നമുക്ക് ദർശിക്കാൻ സാധിക്കട്ടെ. അവരുടെ മനസ്സുകളെ, അവരുടെ ഹൃദയത്തുടുക്കുകളെ തൊട്ടറിയാൻ വേണ്ടി അന്ന് തന്നെ നമുക്ക് സാധിക്കട്ടെ. വർഗീയ വാസ്യത്തെ ഇന്ത്യയുടെ മണ്ണിൽ നന്നേക്കുമായി തുടച്ചു മാറ്റണം. ജനങ്ങളെ ആവേശകരമായ പങ്കാളിത്തം അതുകൊണ്ട് തന്നെയാണ് വർദ്ധിതമായ രൂപത്തിൽ ഓരോ പരിപാടികളും നമുക്ക് കാണാൻ സാധിച്ചത്. BJPയുടെ വർഗീയ ഫാസിസവും അതുപോലെ CPMന്റെ സോഷ്യൽ ഫാസിസവും തുറന്നു കാട്ടാൻ വേണ്ടി ആ ജനമഹായാത്രയിലൂടെ നമുക്ക് സാധിച്ചുകൊണ്ട് എനിക്ക് അഭിമാനമുണ്ട്. ജനമഹായാത്ര മുന്നോട്ട് പോയപ്പോൾ ഞാൻ നിങ്ങളെ നോക്കി പറഞ്ഞു, കേരളീയ പൊതുസമൂഹത്തെ നോക്കി പറഞ്ഞു, 2020 ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ കക്ഷി 20 സീറ്റുകൾ നേടിക്കൊണ്ട് ഞങ്ങൾ വിജയിക്കുമെന്ന കാര്യം ഞാൻ പ്രഖ്യാപിക്കേണ്ടത്. ഇപ്പോൾ എന്താണ് സ്ഥിതി നമുക്കെല്ലാം തന്നെ അറിയാം. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും അധികം കോൺഗ്രസ് എംപിമാരെ അയച്ച സംസ്ഥാനമെന്ന ഖ്യാതി നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നു. അതിന്റെ ഉടമകൾ നിങ്ങളാണ്. അതിന്റെ എല്ലാ ക്രെഡിറ്റും അവകാശപ്പെടാൻ സാധിക്കുന്നത് നിങ്ങളുടെ അവിരാമമായ പ്രവർത്തനത്തിന്റെ ഫലമാണ് എന്ന് ഞാൻ വിലയിരുത്തുന്നു. എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. നിങ്ങൾക്കും ഈ കാര്യത്തിൽ എന്തെന്നില്ലാത്ത സന്തോഷവും ചാരിതാർത്ഥ്യവും ഇപ്പോഴും ഉണ്ട് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ വിജയത്തിലേക്ക് നമ്മുടെ പാർട്ടിയെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന നിങ്ങളുടെ എല്ലാവരെയും ഞാൻ നന്ദിപൂർവ്വം അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം മതേതര ജനാധിപത്യ പൊതുമനസ്സ്, ആ പൊതുമനസ്സ് നമ്മുടെ കൂടെ വന്നുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഉജ്ജ്വലമായ മാതൃകാപരമായ ഇന്നലെ വരെ കോൺഗ്രസിന് കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിക്കാത്ത ഇത്രയും വൻപിച്ച വിജയം നമുക്ക് കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചു. ഒരു കാര്യം കൂടി, നിങ്ങൾ എന്റെ കയ്യിൽ ഏൽപ്പിച്ച ആ പണക്കിഴിയുടെ കാര്യം നിങ്ങൾ മറക്കരുത്. ഒരു ചെറിയ ധനസഹായമായിരിക്കാം അത്. പക്ഷെ കഴിഞ്ഞ 2.5 വർഷക്കാലമായി ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചത് നിങ്ങൾ നടത്തിയ നാണയത്തുട്ടുകളാകുന്ന കാര്യം ഞാൻ നന്ദിയോടുകൂടി അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. വികാരത്തോടു കൂടിയാണ് ഞാൻ ആ കാര്യം ഇവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ആരുടെ മുമ്പിലും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കൈനീട്ടേണ്ടി വന്നിട്ടില്ല. കാര്യങ്ങൾ ഭംഗിയായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ നിമിഷം വരെ സാധിച്ചിട്ടുണ്ട്. പിന്നെ സ്വകാര്യം കൂടി ഞാൻ പറയട്ടെ, 1 വർഷം കൂടി അതിഭംഗിയായി കാര്യങ്ങൾ നമുക്ക് നടത്തിക്കൊണ്ടു പോകാനുള്ള സാമ്പത്തികമായ സൗകര്യം നമുക്ക് ഇപ്പോൾ ഉണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്ന കാര്യം ഞാൻ അറിയിക്കുന്നു. ഇതാരുടെ മുമ്പിൽ കൈനീട്ടിയത് കൊണ്ടല്ല, ഏതെങ്കിലും സ്ഥാന താല്പര്യത്തിന് മുമ്പിൽ നമ്മൾ പോയി മുട്ടുമടക്കുന്നുണ്ടല്ല. നിങ്ങളാണ് ഈ പാർട്ടിയുടെ നട്ടലും, നിങ്ങളാണ് ഈ പാർട്ടിയുടെ എല്ലാം ഞാൻ വിശ്വസിക്കുന്നു. ആ നിങ്ങളുടെ സഹായസാധനം കൊണ്ടാണ് ഈ പാർട്ടിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിച്ചത്. നാളെയും ആ തരം പ്രവർത്തന ശൈലി കാഴ്ചവെക്കാൻ സാധിച്ചാൽ നമ്മുടെ പാർട്ടി മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. പിന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്
അത് ഞാൻ പരാജയപ്പെട്ടു എന്നല്ലേ പറയുന്നത്? അതേ നമുക്ക് തിരിച്ചറിവുണ്ടായി. പക്ഷെ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിലെ പ്രത്യേകിച്ച് നവമാധ്യമങ്ങളുടെ ലോകത്ത് ജീവിക്കുന്നത് സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് കണ്ണോടിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കാം. അങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ LDF-ന് ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ഐക്യജനാധിപത്യ കക്ഷികൾക്കാണ് കിട്ടിയതെന്ന കാര്യം ഇലക്ഷൻ കമ്മീഷൻ സൈറ്റ് പരിശോധിച്ച നിങ്ങൾക്ക് ബോധ്യപ്പെടും. CPM-ഉം അതുപോലെ BJP-യും തമ്മിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ധാരണയുണ്ടാക്കിയെന്ന് ഞാൻ തുടരത്തുള്ള പറഞ്ഞ കാര്യങ്ങൾ മറന്നു കാണുകയില്ല. മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള എല്ലാ നിയോജകമണ്ഡലം കണക്കുകൾ പരിശോധിച്ച് പഠിച്ച ശേഷമാണ് നമ്മൾ കൃത്യമായി ആ തെരഞ്ഞെടുപ്പ് കഴിച്ച 2-ാം ദിവസം ഇന്ദിരാഭവനിലെ മീഡിയ ഹാൾ വെച്ച് പത്രേഖാട് മുമ്പ് കൃത്യമായിട്ട് കണക്ക് നമുക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കും. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ BJP-യും CPM-ഉം ധാരണയുണ്ടാക്കിയിരിക്കുന്ന കാര്യം ആദ്യമായി എന്റെ ഉത്സവത്തെ വിളിച്ച് അറിയിച്ചത് ഞാനാണ് എന്നതിന് അഭിമാനപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നു. കൃത്യമായ വിവരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത്തരമൊരു കാര്യം കേരളത്തിലെ ജനങ്ങളെ അറിയിക്കാൻ ആഗ്രഹിച്ചത്. ഈ നിമിഷം വരെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അന്തസ്സുള്ള നേതാവാകട്ടെ അല്ലെങ്കിൽ BJP-യുടെ മറ്റുള്ള ഏതെങ്കിലും നേതാവാകട്ടെ എന്റെ പ്രസ്താവനയെ ചോദ്യം ചെയ്തിട്ടില്ല എന്നതല്ലേ പരമാർത്ഥം. പക്ഷേ അന്ന് തന്നെ മാധ്യമങ്ങൾ എന്നെ പുച്ഛിക്കുകയുണ്ടായി. എന്തിന് മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തണം? എന്റെ സ്വന്തം പാർട്ടിക്കാർ പോലും ഞാൻ പറഞ്ഞത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല എന്ന ദുഃഖം എന്റെ മനസ്സിലുണ്ട്. അവസാനം എന്ത് സംഭവിച്ചു? RSSന്റെ ഐഡിയോളജി ശ്രീമദ് ബാലാശങ്കർ, ആ ബാലാശങ്കർ കൃത്യമായിട്ട് ഒരു വെളിപാട് രൂപത്തിൽ കേരളത്തെ ജനങ്ങളെ നോക്കിക്കൊണ്ട് ശക്തമായിട്ട് പറഞ്ഞപ്പോഴാണ് എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടുകൊണ്ടെന്ന കാര്യം ഞാൻ മറക്കുന്നില്ല. പിന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാൻ പോകുന്നു ഈ അവിശുദ്ധമായ കൂട്ടുകെട്ട് അവിടെയും ആവർത്തിക്കുന്നു എന്ന കാര്യം ഞാൻ സൂചിപ്പിക്കേണ്ടത്. ജാഗ്രതയോടെ ഞാൻ തുടരെ പറഞ്ഞ കാര്യവും ഞാൻ ആവർത്തിക്കുകയാണ്. മഞ്ചേശ്വരം മുതൽ പാറശാല വരെ വളരെ ആസൂത്രിതമായി സെലക്റ്റീവായി RSS-ഉം CPM-ഉം തമ്മിൽ ഈ ധാരണ നടപ്പിലാക്കാൻ ശ്രമം നടത്തപ്പെട്ടിരിക്കുന്നു എന്ന കാര്യവും ഞാൻ രൂപത്തിൽ പ്രബുദ്ധ കേരളത്തെ മതേതര ബോധമുള്ള ജനാധിപത്യപരമായ ജനങ്ങളെ ഞാൻ അറിയിക്കേണ്ടായി. ആ മനുഷ്യത്ത് ധാരണയുണ്ട് എന്ന കാര്യം ഞാൻ കാസർഗോഡ് പോയപ്പോൾ പറഞ്ഞു. ആ തെരഞ്ഞെടുപ്പിന്റെ വരെ എല്ലായിടത്തും പോയപ്പോൾ ഈ കാര്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ ആ ഫലപ്രഖ്യാപനം വന്ന ശേഷം എന്താണ് സ്ഥിതി? മഞ്ചേശ്വരത്ത് CPM-ന്റെ 3.6% വോട്ട് BJP-ക്ക് മറിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ഗ്രാൻഡ് ഡിസൈനിന്റെ ഭാഗമായിട്ടാണ് ഇത്. മനസ്സിലാക്കണം. ആലോചിച്ചുറപ്പിച്ച അഖിലേന്ത്യാ തീരുമാനത്തിന്റെ ഫലമായിട്ടാണ് RSS-ഉം CPM-ഉം തമ്മിൽ ഈ ഒരു രഹസ്യധാരണ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ഞാൻ പറയട്ടെ. കോൺഗ്രസ് മുക്ത ഭാരതം അതാണല്ലോ CPM-ഉം BJP-യും നാട്ടുകാരെ ആഗ്രഹിച്ചത്. ഈ ബാന്ധവം തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല, ദേശീയ പ്രസ്ഥാന കാലത്ത് ഈ ബാന്ധവം തുടങ്ങിയിട്ടുണ്ട് എന്നും നിങ്ങൾ ഓർക്കണം. തീവ്ര ഹിന്ദുത്വ ശക്തികളുമായി ദേശീയ പ്രസ്ഥാന കാലത്ത് തന്നെ തുടങ്ങിയിട്ടുള്ള ആ വിശിഷ്ടമായ കൂട്ടുകെട്ട്. രണ്ട് ശക്തികൾ വന്ന് ദേശീയ പ്രസ്ഥാന കാലത്ത് ബ്രിട്ടീഷ് ഇംപീരിയലിസത്തിന് ചാരന്മാരെ വർദ്ധിക്കുകയും സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒത്തുകൊടുക്കുകയും ചെയ്ത ചരിത്രമാണ് രണ്ട് പാർട്ടികളുടെന്ന കാര്യം നമ്മൾ മറക്കരുത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കൊട്ടിഘോഷിച്ച വിജയത്തെ കുറിച്ചാണല്ലോ CPM ഇപ്പോൾ പറയുന്നത്. വീണ്ടും ഞാൻ പറയുന്നു, ഇലക്ഷൻ കമ്മീഷൻ സൈറ്റ് എടുത്ത് പരിശോധിക്കണം. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസും CPM തമ്മിലുള്ള വോട്ടുകളുടെ വ്യത്യാസം എത്രയാണ്? കേവലം 0.26%, 0.24% CPM-നും
കോൺഗ്രസിന് കിട്ടിയിരിക്കുന്ന വോട്ടുകളുടെ നേരിയ വ്യത്യാസം എന്ന കാര്യം നമ്മൾ മറക്കരുത്. അതുകൊണ്ട് നിരാശപ്പെടേണ്ട കാര്യമില്ല. ഒന്നിച്ചൊന്നായി ഐക്യത്തോടെ അച്ചടക്കത്തോടെ മുന്നേറിയാൽ നമുക്ക് ഈ രാജ്യത്തെ BJPയും CPM അടക്കമുള്ള ഈ രാജ്യത്തെ വിഭാഗീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കാത്ത രണ്ട് ഫാസിസ്റ്റ് ശക്തികളെയും നമുക്ക് നിലംപരിച്ചാൽ സാധിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നെ BJP RSS അവർ വർഗീയ ഫാസിസമാണ് ഈ രാജ്യത്ത് അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ നേരിടുന്ന ഏറ്റവും കടുത്ത വെല്ലുവിളി ഞാൻ വീണ്ടും നിങ്ങൾക്ക് താക്കീത് നൽകുന്നു. തീർച്ചയായിട്ടും അത് ഇന്ത്യൻ ഫാസിസത്തിന്റെ ദുർമുഖമായിട്ടുള്ള BJP മാർക്സും അഴിച്ചുവിടുന്ന വെല്ലുവിളി തന്നെയാണ്. ആ വെല്ലുവിളിയെ ചെറുത്ത് പരാജയപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ. തീർച്ചയായിട്ടും അവർ ഈ രാജ്യത്തെ ശത്രുക്കളാണ്. അവർ ഈ നാട്ടിലെ ബഹുസ്വരതയും നമ്മുടെ മതവും നിരപേക്ഷ രാഷ്ട്രീയ ബോധത്തിൽ അവർ വെറുക്കുന്നു, അവർ വെല്ലുവിളിക്കുന്നു. അവരെല്ലായിടത്തും ചേർത്ത് തോൽപ്പിക്കേണ്ട ഉത്തരവാദിത്തം കോൺഗ്രസുകാരായ ആത്മാഭിമാനമുള്ള സഹോദരി സഹോദരന്മാർക്കുണ്ട് എന്ന കാര്യം ഞാൻ അനുസ്മരിക്കുന്നു. പിന്നെ വർഗീയ ഫാസിസവുമായി അതുപോലെ തന്നെ സോഷ്യൽ ഫാസിസ്റ്റുകളായിട്ടുള്ള CPM-മായി അഭിയുക്തമായ ബന്ധമാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത്യന്തം ആപൽക്കരമായ നീക്കമാണിത്. സോഷ്യൽ ഫാസിസ്റ്റുകളും അതുപോലെ തന്നെ ഈ രാജ്യത്തെ ഹൈന്ദവ ഫാസിസ്റ്റുകളും കൈകോർത്ത് പിടിച്ചിരിക്കുന്നു. അപകടമായ സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് വന്നത്. നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിലുണ്ടാക്കിയ അവിശുദ്ധ ബന്ധത്തിന്റെ ജാരസംഗതിയാണ് രണ്ടാം പിണറായി സർക്കാർ എന്ന കാര്യത്തിൽ കോൺഗ്രസ് പേരും കോൺഗ്രസ് മാത്രമാണ്. ആ കോൺഗ്രസിനെ പോലെ മതേതരത്വ ജനാധിപത്യ മനസ്സിലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്തില്ല. ആ കോൺഗ്രസ് തകർത്താൽ ഇന്ത്യ തകരുമെന്ന കാര്യവും നിങ്ങൾ ഓർക്കണമേ എന്നാണ് എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാറുണ്ട്. കേന്ദ്ര പുസ്തകം നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത്. എന്റെ പ്രതിസന്ധി ഘട്ടങ്ങൾ തകർത്താനും കേന്ദ്ര പുസ്തകം ഞാൻ അത്ഭുതപ്പെട്ടു പോകുകയുണ്ടായി. അവർ കോൺഗ്രസുകാരല്ല. ആ കോൺഗ്രസുകാരില്ലാത്ത ഈ നാട്ടിലെ ഒരു വലിയ വിഭാഗം ആളുകൾ എന്റെ നിലപാടുകളെ തീർച്ചുകൊണ്ട് ഈ ചരിത്രത്തിൽ ദശാസന്ധിയിൽ എനിക്ക് നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ അവരോട് നന്ദി പ്രകാശിപ്പിക്കണം എന്നെനിക്കറിയില്ല. പിന്നെ എന്റെ മുമ്പിൽ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകന്മാർ, ഞാൻ KPCC അധ്യക്ഷനായി 2.5 വർഷക്കാലം ഇവിടെ പ്രവർത്തിച്ചപ്പോൾ അവരെല്ലാം തന്നെ തികഞ്ഞ സഹകരണത്തോടു കൂടിയാണ് എന്നോട് പ്രവർത്തിച്ചത്. അവരെല്ലാം തന്നെ ആരോഗ്യകരമായ വിമർശനമാണ് നടത്തിയിട്ടുള്ളത്. അവരെ പ്രത്യേകമായിട്ട് നന്ദി പ്രകാശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. KPCC ഓഫീസിലെ ജീവനക്കാർ, ആ ജീവനക്കാർ രാപ്പകൽ വ്യത്യാസമില്ലാതെ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച പാവങ്ങളാണ്. അവർ മതിയായ സൗകര്യങ്ങളൊന്നും പലപ്പോഴും നമുക്ക് കൊടുക്കാൻ സാധിച്ചില്ല. അവരുടെ സേവനങ്ങളെ ഞാൻ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മാതാവിനെ പോലെ സ്നേഹിച്ച, പ്രാണനെ പോലെ സ്നേഹിച്ച ഈ നാട്ടിലെ 10,000-കണക്കായ കോൺഗ്രസ് പ്രവർത്തകരോട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ ആമുഖ വാർത്ത അവസാനിപ്പിക്കുന്നു. ഈ നിലപാട് ചടങ്ങിൽ സംബന്ധിക്കാൻ സാധിച്ചത്, ആ ചടങ്ങ് ഇത്രയും പ്രൗഢോജ്വലമായി മാറ്റാൻ സാധിച്ചത് നിങ്ങൾ എല്ലാവരോടും എന്റെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പ്രവർത്തകരുടെയും പേരിലുള്ള നന്ദിയുണ്ട്. അദ്ദേഹത്തിനോടുള്ള സ്നേഹം, കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള കോൺഗ്രസ് പ്രവർത്തകർ ആ സ്നേഹം, ഹൃദയത്തിലെ സ്നേഹം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഈ വെല്ലുവിളികൾ നിറഞ്ഞ പ്രതിസന്ധി കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിക്ക് നേതൃത്വം നൽകാൻ കേരള ഗാന്ധി നിയോഗിച്ച ബഹുമാന്യനും ആദരണീയനുമായ BD സതീശും പ്രിയങ്കരനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ K. സുധാകരൻ, ഇപ്പോൾ സ്ഥാനമൊഴിഞ്ഞ നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കൾ, ഇതൊരു അഭിമാനകരമായ നിമിഷമാണ്. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശവും അവരുടെ അഭിമാനവും അവരുടെ സ്വകാര്യ അഹങ്കാരവുമായ പ്രിയപ്പെട്ട ശ്രീ K. സുധാകരൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പിൽ നമുക്ക് കനത്ത തോൽവിയുണ്ടാകും. ആ തോൽവി
കോൺഗ്രസ് പ്രവർത്തകരെ നിരാശരാക്കുകയും ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തിന് മങ്ങലേൽക്കുകയും. നമ്മൾ അങ്ങനെയാണ്. തെരഞ്ഞെടുപ്പിൽ ജയിക്കുമ്പോൾ നമ്മുടെ ആവേശം മാനത്ത് മുട്ടുകയും തെരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോൾ നമ്മുടെ ആവേശം പാതാളത്തിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു പ്രത്യേകമായ സ്ഥിതിവിശേഷമാണ് നമുക്കുള്ളത്. നമുക്ക് വേണ്ടത് നഷ്ടപ്പെട്ട ആത്മവിശ്വാസം, മങ്ങലേറ്റ ആത്മവിശ്വാസത്തെ തിരിച്ചു പിടിച്ചു കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളുടെ മനസ്സിലെ അഭയകേന്ദ്രമായി, ആശ്രയമായി, പ്രതീക്ഷയായി കേരളത്തിലെ കോൺഗ്രസിനെ നമുക്ക് വളർത്തിയത്. അധികാരം തിരിച്ചു പിടിക്കുക എന്നത് മാത്രമായിരിക്കരുത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. അധികാരം കിട്ടിയാൽ നമ്മളപ്പോൾ പല കാര്യങ്ങളും നമ്മൾ മറന്നുപോകും. അധികാരത്തിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഒരു സംഘടന എന്നുള്ള നിലയിൽ അതിന്റെ അടിത്തറ ഭദ്രമാക്കി അതിനെ ജനങ്ങളുടെ മനസ്സിലും വരാനിരിക്കുന്ന തലമുറകളുടെ മനസ്സിലും പ്രതിഷ്ഠിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഏത് പ്രസ്ഥാനത്തിനും വേണ്ടത് ഒരു ഐഡിയോളജിക്കൽ ബേസാണ്, ഒരു ആശയപരമായ അടിത്തറ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലെ ആശയപരമായ അടിത്തറയുള്ള ഒരു പ്രസ്ഥാനം ലോകത്തെങ്ങുമില്ല. ഇത്രയും വലിയൊരു ലെഗസിയുള്ള ഒരു പാർട്ടി വേറെയില്ല. ഇത്രയും വലിയൊരു പാരമ്പര്യവും പൈതൃകവുമുള്ള ഒരു പ്രസ്ഥാനം വേറെയില്ല. നമുക്കതിന്റെ ആശയങ്ങളെയും അതിന്റെ മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിന്റെ ഫ്രെയിമിൽ നിന്ന് വേണം നമുക്ക് പ്രവർത്തിക്കാൻ. അതിന്റെ ചട്ടക്കൂടിൽ നിന്നും പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ഉദാത്തമായ ജനാധിപത്യ ബോധമുള്ള, കാർക്കശ്യം നിറഞ്ഞ മതേതര നിലപാടുള്ള, എല്ലാ വിഷയങ്ങളിലും കൂടിയാലോചനകൾ നടത്തി ജനാധിപത്യ സംവിധാനത്തെ കരുത്തുറ്റതാക്കി മുന്നോട്ട് പോകുന്ന ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുള്ള ഒരു പ്രസ്ഥാനം. നമ്മുടെ ആശയങ്ങൾക്ക്, നമ്മുടെ സമീപനങ്ങൾക്ക്, നമ്മുടെ നയങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ അതിൽ വെള്ളം ചേർക്കാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. മുതിർന്ന ആളുകൾ മുതൽ ഈ പാർട്ടിയിലേക്ക് കടന്നു വരുന്ന എല്ലാ തലമുറയിലും പെട്ട ആളുകൾക്ക് ഇതൊരു വലിയ പ്രസ്ഥാനത്തിന്റെ കൊടിക്കീഴിലാണ് നിൽക്കുന്നത് എന്നുള്ള അഭിമാനബോധം അവരുടെ മനസ്സിൽ ഉയർത്താൻ നമുക്ക് കഴിയുന്ന തരത്തിൽ നമുക്ക് മുന്നോട്ട് പോകണം. നമുക്ക് സംഘടന എല്ലാ അർത്ഥത്തിലും ശക്തിപ്പെടുത്തണം. ഇതൊരാൾക്കൂട്ടമല്ല കോൺഗ്രസ്. തെറ്റായി നിർവചിക്കപ്പെട്ടതാണ്. ഇത് ആൾക്കൂട്ടമാണ് കോൺഗ്രസ് എന്നുള്ള തെറ്റായ നിർവചനത്തെ നമുക്ക് തിരുത്തിയെഴുതണം. ഇത് ആൾക്കൂട്ടമല്ല, ഇത് ബഹളമുണ്ടാക്കിയ ആൾക്കൂട്ടമല്ല. ഇത് നമ്മൾ കാണാത്ത, അറിയുന്നവരും അറിയപ്പെടാത്തവരുമായ ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകന്മാർ ഓരോ ബൂത്തുകളിൽ നിന്ന് കഠിനാധ്വാനം ചെയ്ത് പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ് നമ്മുടേത്. അവരുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഈ പാർട്ടി. അവരെ നമ്മൾ തിരിച്ചറിയണം. അവരാരാണ് എന്ന് നമുക്ക് മനസ്സിൽ ബോധ്യമുണ്ടാകണം. അവരെ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ കഴിയണം. അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കണം. എല്ലാ രംഗത്തും പ്രവർത്തിക്കാനുള്ള ഊർജം നമ്മളാണ് അവർക്ക് പകർന്നു കൊടുക്കേണ്ടത്. തൂവെള്ള കബറിട്ട് രാവിലെ ഇറങ്ങി രാത്രി തിരിച്ചു കയറുമ്പോഴും ഒരു ഉടവ് തട്ടാതെ ഇരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇന്ന് പുതിയ മാനങ്ങളുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനം ഇന്ന് പൊതുപ്രവർത്തനമാണ്. പൊതുപ്രവർത്തനം മാത്രമല്ല, അത് സാമൂഹ്യ സേവനമാണ്, അത് ജീവകാരുണ്യ പ്രവർത്തനമാണ്. സങ്കടങ്ങളുടെയും ദുരിതങ്ങളുടെയും പ്രയാസങ്ങളുടെയും കൂടെ നിന്നുകൊണ്ട് ആ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ മനസ്സിൽ സ്ഥാനം ഉറപ്പിക്കുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനം. നമ്മൾ ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ, വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ, ആ വോട്ട് ചോദിച്ചു വേണ്ടി, നമ്മുടെ പാർട്ടിക്ക് വേണ്ടി, നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിച്ച് ചെല്ലുന്നത് ആരാണ്? അത് നമ്മുടെ താഴെത്തട്ടിലുള്ള ബൂത്ത് തലത്തിലുള്ള ഒരു പ്രവർത്തകരാണ്. അവിടെയുള്ള വീടുകളുമായി ബന്ധമുള്ള ഒരാളാണ്. അവരുടെ റേഷൻ കാർഡിന് വേണ്ടി, അവരുടെ പോലീസ് സ്റ്റേഷനിലെ കേസിന് വേണ്ടി, അവരുടെ ആശുപത്രി കേസിന് വേണ്ടി, അവർക്കൊരു വിഷമമുണ്ടായാൽ ഓടി വീട്ടിലെത്തി അവരെ സഹായിക്കുന്ന ഒരു പ്രവർത്തകൻ. ആ പ്രവർത്തകൻ ചെല്ലുമ്പോഴാണ് അവരാദരവോടുകൂടി വാതിൽ തുറന്ന് സ്വീകരിക്കുന്നത്. അവന്റെ മുഖത്തു കൂടിയാണ് ഈ കോൺഗ്രസിനെ അവർ നോക്കിക്കാണുന്നത്. ഞാൻ കരുതുന്നില്ല മുതിർന്ന അറിയപ്പെടുന്ന നേതാക്കന്മാരുടെ മുഖം നോക്കി കോൺഗ്രസിനെ അല്ല സാധാരണക്കാർ നിശ്ചയിക്കുന്നത്. അവൻ ഓടി സഹായമായി എത്തുന്ന സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകന്റെ മുഖമാണ്. അവന്റെ കൂടെ നിർത്താൻ, സാധാരണക്കാരുടെ കൂടെ നിർത്താൻ, പാവങ്ങളുടെ കൂടെ നിർത്താൻ ഇന്ന് നമുക്കറിയാം എത്രമാത്രം പ്രവർത്തകർ ഈ മഹാമാരിക്കിടയിൽ പ്രവർത്തിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിലെ പരാജയം അത് കണക്കാക്കാതെ ഈ മഹാമാരിയുടെ ഇടയിൽ വീടുകളിൽ കിറ്റ് കൊണ്ടെത്തിച്ച്
മരുന്നുകൾ കൊണ്ടുപോയി എത്തിച്ച് അവർക്ക് വാഹന സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കാൻ വേണ്ടി TV കൊടുക്കാൻ വേണ്ടി ഓടി നടക്കുന്ന പരസ്പരം പാർട്ടി പ്രവർത്തകരുണ്ട്. ആ പാർട്ടി പ്രവർത്തകർക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിൽ അച്ചടക്കമുണ്ടാക്കി നല്ല പ്രസ്ഥാനമാക്കി നമുക്ക് ഇതിനെ മാറ്റാൻ കഴിയണം. അത് കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇത് എല്ലാവരും നമ്മളെ പരിഹസിച്ചു വിളിക്കുന്നത് പോലെ കോൺഗ്രസ് ഒരു ആൾക്കൂട്ടമായി മാറും. കോൺഗ്രസ് ആൾക്കൂട്ടമാണ് എന്നുള്ള പലരുടെയും ധാരണകളെ തിരുത്തി എഴുതാൻ ശ്രീ കെ സുധാകരന്റെ നേതൃത്വത്തിന് കഴിയും എന്നെനിക്ക് പ്രത്യാശയുണ്ട്. ഇത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി വന്നു ഭവിച്ച ചില മാറ്റങ്ങളാണ് പാർട്ടി. കുറെ കാലങ്ങളായി ഇതിനു മുൻപിരുന്ന ഏതെങ്കിലും ആളുകളുടെ കുഴപ്പമല്ല, കുറെ വർഷങ്ങളായി ഉണ്ടായ കുഴപ്പങ്ങളാണ്. ആ കുഴപ്പങ്ങൾ നമുക്ക് പരിഹരിക്കണം. നമുക്ക് തിരിച്ചു വരണം. നമ്മളിൽ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകണം. ഈ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഉയർത്തിക്കൊണ്ടുവരും എന്നുള്ള പ്രതിജ്ഞയാണ് കെ സുധാകരൻ അധികാരമേൽക്കുമ്പോൾ കേരളത്തിലെ ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ മനസ്സിലെടുക്കേണ്ടത് എന്ന് ഞാൻ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ഇത് കൂടിയാലോചനകളുടെ പാർട്ടിയാണ്. ഇത് ഏതെങ്കിലും ഒരു നേതാവ് ഒന്ന് പോക്കറ്റിൽ നിന്ന് കടലാസെടുത്ത് വായിക്കുമ്പോൾ കൈയടിച്ച് അതാണ് ശരി എന്ന് പറയുന്ന ഒരു പാർട്ടിയല്ല. ഇവിടെ കൂടിയാലോചനകൾ വേണം. എല്ലാവരുമായി ആലോചിക്കും. എനിക്കും വന്നൊരു ധാരണയുണ്ടായി, ഞാൻ പഠിച്ച് വരുന്ന കാര്യങ്ങളെല്ലാം അവസാന വാക്കാണ്. അതല്ല അവസാന വാക്ക്. നമ്മൾ 3, 4, 5, 10 പേരുമായി ആലോചിക്കുമ്പോൾ നമ്മുടെ തീരുമാനങ്ങൾ ശരിയല്ല, നമ്മുടെ നിഗമനങ്ങൾ ശരിയല്ല എന്ന് നമുക്ക് ധാരണ വരും. കൂടിയാലോചനകൾ ഉണ്ടാകണം. മുതിർന്ന നേതാക്കന്മാരുടെ അനുഭവ സമ്പത്ത് നമുക്ക് പ്രയോജനപ്പെടുത്തണം. നമുക്ക് പുതിയ തലമുറയുടെ ചൈതന്യം ഈ പാർട്ടിക്ക് പകർന്നു കൊടുക്കണം. അതിന്റെ ഒരു മിക്സാക്കി നമുക്ക് മാറ്റണം. പഴയ തലമുറയെയും പുതിയ തലമുറയെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് 1967 ഏറ്റവും വലിയ മഹാപതനത്തിൽ നിന്ന് ഈ കോൺഗ്രസിനെ കെ കരുണാകരന്റെ നേതൃത്വത്തിൽ, CK ആന്റണിയുടെ നേതൃത്വത്തിൽ, കേരളത്തിലെ മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ, ചെറുപ്പക്കാരുടെ നേതൃത്വത്തിൽ ആവേശമായി കേരളത്തിൽ തിരിച്ചു കൊണ്ടുവന്നതുപോലെ ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമുള്ള പ്രത്യയശാസ്ത്രപരമായ അടിത്തറയുള്ള ഒരു പാർട്ടിയാക്കി കോൺഗ്രസിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം എന്ന് മാത്രം ഞാൻ വിനയപരിസരം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നമുക്കറിയാം, ഒരു സത്യസന്ധനായ, അഴിമതിയുടെ കറമുരളാത്ത, ഒരു ലാളിത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു നേതാവ്, നമ്മളോടൊപ്പം നമ്മുടെ സുഖദുഃഖങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു നേതാവ്. അദ്ദേഹത്തിന്റെ പരിമിതികളെ കുറിച്ച്, അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതികളെ കുറിച്ച് എല്ലാം ഇവിടെ വിശേഷിപ്പിച്ചു. അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസിന് ഏറ്റവും പ്രിയങ്കരനായ ഒരു നേതാവാണ്. അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസിന് വേണ്ടി ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങൾ, കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു മുഖം കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ നമ്മുടെ മുമ്പിൽ, നമ്മുടെ നേതാക്കന്മാരുടെ മുന്നിൽ നേതാവായി നമ്മൾ നിർത്തിയപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ അംഗീകരിച്ചു. നമുക്കറിയാം, ഒരുപാട് പരിമിതികളിലൂടെയും പ്രയാസങ്ങളിലും കൂടെയാണ് സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയത്. ആ പ്രതിസന്ധികളിൽ ഒരു കപ്പിത്താനായി നിന്ന് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ച അദ്ദേഹത്തോടുള്ള കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ നന്ദി പറയാൻ കൂടി ഞാൻ ഈ അവസരം നൽകുന്നു. ഇവിടെ പ്രമുഖരായ നേതാക്കൾ ഇരിക്കുന്നുണ്ട്. ഞാൻ സമയക്കുറവ് മൂലമാണ് എല്ലാവരുടെയും പേരുകൾ പറയാൻ. എല്ലാവരും ഒരുമിച്ചും ചേർന്ന് നിന്നുകൊണ്ട്, ഒരു ടീമായി നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ നമ്മുടെ സാധാരണക്കാരുടെ പ്രവർത്തകരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും എന്നെനിക്ക് ഉറപ്പുണ്ട്. അത് ഉറപ്പുവരുത്താനുള്ള പ്രവർത്തനങ്ങളുമായി നിങ്ങൾ എല്ലാവരും ഒരുമിച്ചിറങ്ങണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് ചുമതലയേൽക്കുന്ന പ്രിയങ്കരനായ KS എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. അടുത്തതായി നമ്മെ അഭിവാദ്യം ചെയ്തത് ആദരണീയനായ AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ താരിഖ് അൻവർ അവர்களാണ്. താരിഖ് അൻവർജി requires no introduction. He is very familiar to all the Congress workers of Kerala. I invite Tariq Anwarji to address this gathering. അദ്ദേഹം ഇപ്പോൾ പ്രസിഡന്റിനും വർക്കിംഗ് പ്രസിഡന്റുമാർക്കും നേതാക്കന്മാർക്കും ഷോൾ അണിയിക്കുന്നതാണ്. അധ്യക്ഷന് ഷോൾ അണിയിക്കുന്നത്. മുൻ അധ്യക്ഷൻ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനെ അദ്ദേഹം ഷോൾ അണിയിക്കുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഷോൾ അണിയിക്കുന്നു. വർക്കിംഗ് പ്രസിഡന്റുമാരായ ശ്രീ കൊടിക്കുന്നിൽ സുരേഷിനെയും PT തോമസിനെയും അഡ്വക്കേറ്റ് T സിദ്ദിഖിനെയും AICC ജനറൽ സെക്രട്ടറി ഇപ്പോൾ ഷാൾ അണിയിച്ച് അവരെ അനുമോദിക്കുന്നു.
മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിക്ക് ശ്രീ താരിഖ് അൻവർ സവാൽ അണിയിക്കുകയാണ്. മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയെ അദ്ദേഹം ഇപ്പോൾ ഷാൾ അണിയിച്ച് ആദരിക്കുന്നു. മുൻ KPCC അധ്യക്ഷന്മാരായ ശ്രീ K മുരളീധരനെയും ശ്രീ MM ഹസനെയും അദ്ദേഹം ഷാൾ അണിയിച്ച് ആദരിക്കുന്നു. അദ്ദേഹം നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. Newly appointed Congress President, Kerala Congress President, K. Sudhakaran ji, Member of Parliament. Here, my old friend and outgoing Congress President, Mullapalli Ramchandran ji, sitting on the dais, former Chief Minister and AICC General Secretary Ummenshandy ji. They are newly elected our CLP leader Sadishan ji, our former CLP leader, opposition leader Ramesh Chanitala ji, all three working presidents, Suresh Konil ji, P.T. Thomas ji, Sandeep ji. They are sitting on the dais, Member of Parliament Muradharan ji, Hassan ji, our AICC secretaries, Ivan D'Souza ji, Vishnathan ji, P.V. Mohan ji, Vishnu ji, and all my Congress colleague, friend, and media friend. First of all, I'd like to welcome our newly appointed President K. Sudhakaran ji, and our CLP leader Sadishan ji, and all three working presidents. On my behalf and on behalf of the AICC, I welcome all new team. I am sure under their able leadership, they will work very hard and they will try to get back of our glory. Actually, the assembly result is not in our favorable, but I can say we should learn from the result. Where we have gone wrong, where we have, what was the lapses, so we can prepare ourselves in the coming future. The High Command, Congress President Sonia ji, our beloved leader Rahul ji, their expectation is very high, and I am sure our new leadership, with the support of all my senior colleagues sitting on the dais and sitting in the audience, with the support of all, we will fulfill the expectation of our leader, our High Command. You know, the Congress is passing through a crucial time, and same time, the country is also passing through a crisis. So, at the moment, the country needs Congress
because with the last few years, we have seen that the country is moving towards wrong direction. Today, our democracy is in danger. Our constitution is in danger. Our harmony, our tradition, everything is in danger. So, at this juncture, we have to work very hard. Country is also expecting from the Congress party, because you know the Congress party is not only a political party. It was a movement, and today what we are seeing, what we are feeling, that movement is also required today. So all my friends, I would like to give my thanks to Mullapalli Ramchandran ji, who worked very hard. He is our senior colleague, and his experience, his contribution, nobody can deny. And I am sure our newly appointed president, Sudhakar ji, he will take his guidance, his support, his blessing. Same thing is Oman Chandi ji. He is a well-experienced person of this state, and I am sure we will benefit by his experience. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ കേരളം കണ്ട ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അനുമോദന വാക്കുകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. സ്ഥാനമുള്ള രാമചന്ദ്രൻ, നേതാക്കളെ, സഹപ്രവർത്തകരെ, ഇനി ഇവിടെ ഒരു പ്രസംഗത്തിനെ പ്രസക്തിയുള്ളൂ. അതുകൊണ്ട് ഞാനൊരു നീണ്ട പ്രസംഗത്തിന് ഈ സമയമെടുക്കുന്നു. ഇന്ന് സ്ഥാനം കഴിഞ്ഞ മുല്ലപ്പള്ളി, അദ്ദേഹം കോൺഗ്രസിന്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ ഈ പാർട്ടിയെ നയിച്ച പ്രസിഡന്റാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അഭിമാനകരമായ ഒരു വിജയം കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട വിജയം കോൺഗ്രസിന് ഉണ്ടാക്കിയത് കേരളത്തിൽ നിന്നാണ്. അദ്ദേഹത്തിന് അത് അഭിമാനിക്കാം. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമുക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയ്ക്കൊത്തൊരു വിജയം നമുക്കുണ്ടായില്ല. അതിന് ഒരാളോ കുറച്ചു പേരോ മാത്രമല്ല, ഞാൻ ഉൾപ്പെടെ നമ്മൾ ഓരോരുത്തരും ഏറ്റക്കുറച്ചിൽ കാണും. നമുക്ക് പ്രതീക്ഷിച്ച രീതിയിൽ ഒരു വിജയം ഉണ്ടാകാൻ സാധിക്കാത്തതിൽ നമുക്കൊരു ഉത്തരവാദിത്വം മറക്കുന്നില്ല. ശ്രീ സുധാകരൻ ഇന്ന് ഒരു വലിയ ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ആ ദൗത്യം വിജയിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ശ്രമങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പങ്കെടുക്കാം, പങ്കുചേരാം. നമുക്ക് ഒരേ ലക്ഷ്യം, അത് കോൺഗ്രസിന്റെ വിജയം, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയം, ജനാധിപത്യ ചേരിയുടെ വിജയം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള കൂട്ടായ പ്രവർത്തനം. അതിന് ഒന്നിച്ച് പ്രവർത്തിക്കാം. ശ്രീ സുധാകരന് എല്ലാവിധ വിജയങ്ങളും നേരുന്നു. പൂർണ്ണമായ സഹായ സഹകരണങ്ങൾ എല്ലാ ഭാഗത്തു നിന്ന് ലഭിക്കുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. നമസ്കാരം, ജയ് ഹിന്ദ്. ആദ്യമായി KPCC അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ കെ സുധാകരന് എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു.
സ്ഥാനമൊഴിയുന്ന പ്രിയങ്കരനായ ഗാന്ധിയൻ, പ്രിയങ്കരനായ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രന് സർവവിധ ഐശ്വര്യങ്ങളും രാഷ്ട്രീയ വിജയങ്ങളും ഭാവിയിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. തകർക്കപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഉജ്ജ്വലമായി തിരിച്ചു വരുന്ന ചരിത്ര പാരമ്പര്യമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഈ പ്രസ്ഥാനത്തെ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചിട്ടുണ്ട്, നടന്നിട്ടില്ല. വർഗീയവാദികളും RSSും BJPയും അടങ്ങുന്ന പ്രതിലോമകാരികൾ ശ്രമിച്ചിട്ടുണ്ട്, നടന്നിട്ടില്ല. ഒരുപക്ഷെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി കോൺഗ്രസിനെയും കോൺഗ്രസ് നേതാക്കന്മാരെ അപമാനിക്കാനും ഇല്ലാതാക്കാനും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത്ഭുതകരമായ തിരിച്ചുവരവ് നടത്തി ഇന്ത്യയിലെ ജനമനസ്സുകളിൽ സ്ഥാനം നേടിയ പ്രസ്ഥാനമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ചരിത്രം വിധിയെഴുതുന്ന ഒരു കാര്യമാണ്. കേരളത്തിലെ കോൺഗ്രസ് ഒരു വലിയ പ്രതിസന്ധി നേരിടുന്ന കാലം തന്നെയാണ്. ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രതിസന്ധി നമ്മൾ നേരിട്ടിട്ടുണ്ട്. അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോയിട്ടുണ്ട്. ഞാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പോൾ എന്റെ ആരാധ്യനായ നേതാവ് കെ കരുണാകരൻ പാർട്ടി വിട്ട സമയമായിരുന്നു. ഈ കോൺഗ്രസിനകത്ത് ആരും ഉണ്ടാകില്ല എന്ന ആളുകൾ പ്രതീക്ഷിച്ചൊരു കാലമായിരുന്നു. അവിടെ നിന്ന് ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകന്മാർ ഒരുമിച്ച് പണിയെടുത്തത് കൊണ്ടാണ് കോൺഗ്രസ് തിരികെ വന്നത്. എന്നാൽ കോൺഗ്രസ് പരാജയപ്പെട്ടു, അല്ലെങ്കിൽ UDF പരാജയപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. പക്ഷേ കോൺഗ്രസും CPM തമ്മിലുള്ള വോട്ട് ശതമാനം കോൺഗ്രസിന് 25.1%, CPMന് 25.4%. UDF പരാജയപ്പെട്ടു എന്നുള്ളത് സത്യമാണ്, അപ്രതീക്ഷിതമായ പരാജയമാണ്. UDFന്റെ വോട്ട് ശതമാനം 39.5% CPMനും നേതൃത്വം കൊടുക്കുന്ന LDF നമ്മളെക്കാൾ 4% മുമ്പിലാണ്. ഞാനത് അംഗീകരിക്കുന്നു. ഒരുപക്ഷെ കോവിഡിന്റെ 2 വർഷം നമുക്ക് നേരിടേണ്ട സാഹചര്യമില്ലായിരുന്നെങ്കിൽ സ്ഥിതി മറിച്ചാകുമായിരുന്നു. കോവിഡ് എന്ന മഹാമാരി ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നൽകിയ തുടർഭരണം നല്ല സംഭാവനയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി ഭരണമാണ് പിണറായി വിജയന്റേത്. ഇപ്പോഴും അഴിമതിയുടെ കഥകൾ ഓരോന്നും പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്ത അഴിമതിയുടെ അവസാനത്തെ ഒരു ഉദാഹരണമാണ്. എന്നാൽ കോടിക്കണക്കിന് രൂപയുടെ മരങ്ങൾ വെട്ടിമുറിച്ച് കിടത്തുന്ന വനം കൊള്ളക്കാരുടെ കഥകൾ പുറത്തു വരുന്നത്. പിണറായി വിജയൻ അറിയാതെ ഈ വനം കൊള്ള കേരളത്തിൽ നടക്കുമോ? കാനൻ രാജേന്ദ്രൻ അറിയാതെ ഈ വനം കൊള്ള കേരളത്തിൽ നടക്കുമോ? രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അറിവില്ലാതെ ഇത്തരം നടപടികൾ കേരളത്തിൽ ഉണ്ടാകുമോ? ഇനിയും അനാവരണം ചെയ്യപ്പെടാത്ത നിരവധി അഴിമതിയുടെ കഥകൾ ഇനിയും പുറത്തു വരാനുണ്ട്. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ പരസ്യങ്ങൾ കൊടുത്ത് മാധ്യമങ്ങളെ മയക്കിക്കിടത്തിയപ്പോൾ ഈ അഴിമതി കഥകൾ തമസ്കരിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം. നാളുകളിൽ ഇതെല്ലാം പുറത്തു വരേണ്ട സത്യങ്ങൾ തന്നെയാണ്. കേരളത്തിലെ കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യാൻ കള്ളക്കഥകൾ മറിഞ്ഞുണ്ടാക്കുന്നു. ഇന്നലത്തെ പത്രം കണ്ടപ്പോൾ എനിക്ക് വേദന തോന്നി. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി കെ സുധാകരൻ ചാർജ് എടുക്കുന്ന ഇന്ന് മാത്രമാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി ഇന്ന് ചാർജ് എടുക്കാൻ പോകുന്ന KPCC പ്രസിഡന്റിനെതിരായി പറഞ്ഞു അദ്ദേഹം BJPയുടെ വാലാണ്, BJPക്കാരനാണെന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് തോന്നി എനിക്കൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. കാരണം എന്നെ പറ്റി പറഞ്ഞപ്പോൾ ആരും സ്റ്റേറ്റ്മെന്റ് കൊടുക്കാത്തതിന്റെ വേദന ഞാൻ അന്ന് മനസ്സിലാക്കിയിരുന്നു. കോൺഗ്രസ്സുകാരായി വളർന്നു വന്ന എന്നെ പറ്റി BJPക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പല സ്നേഹിതന്മാരും അതിനോടൊപ്പം ചേർന്ന് ഫേസ്ബുക്കിൽ എനിക്ക് എതിരായി പോസ്റ്റ് ഇട്ടത് ഞാൻ ഓർക്കുന്നു.
ആ മനോവികാരം കണ്ടുകൊണ്ടാണ് ഞാൻ ഇന്നലെ കെ സുധാകരന് വേണ്ടി ഞാൻ പോസ്റ്റിട്ടത്. അതായിരിക്കാം നമ്മുടെ വികാരം. കെ സുധാകരൻ എന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിന്റെ അവസാനത്തെ വാക്കും സമുന്നതനായ നേതാവുമാണ്. സുധാകരനെതിരെ അമ്പെയ്താൽ നമ്മൾ ഓരോരുത്തർക്കും അത് കൊല്ലുമെന്നുള്ള വിചാരം. അല്ലാതെ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ പറഞ്ഞതല്ലേ നമുക്കൊരു താങ്ങിക്കളയാം, സുധാകരനെ ഒന്നുകൂടെ താങ്ങാമെന്ന് വിചാരിക്കുമ്പോൾ കോൺഗ്രസ് രക്ഷപ്പെടില്ല. നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണ്. നമ്മളെ പരാജയപ്പെടുത്താൻ നമുക്ക് മാത്രമേ കഴിയൂ. നമുക്കെതിരെ എതിരാളികൾ ആയുധങ്ങൾ പ്രയോഗിക്കുമ്പോൾ ആ പക്ഷത്ത് ചേർന്നുകൊണ്ട് നമ്മുടെ ആളുകൾ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ നിസ്സഹായരായി പോകുന്നത്, തളർന്നു പോകുന്നത്. എതിരാളികളുടെ മുമ്പിൽ തളരില്ല. ഓരോ പിണറായി എന്റെ മുമ്പിൽ തളർന്നിട്ടില്ല. കെ സുധാകരന് ഈ കോൺഗ്രസിനെ നയിക്കാൻ കഴിയട്ടെ എന്നുള്ള ആത്മാർത്ഥമായ ആശംസയാണ് എനിക്കുള്ളത്. മുമ്പിൽ വന്ന് പുകഴ്ത്തുന്നവരൊന്നും അവരൊന്നും നമ്മളോടൊപ്പം ഉണ്ടാകില്ല എന്നുള്ള അനുഭവ പാഠമാണ് എനിക്ക്. ആ പാഠം അങ്ങേക്കും ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കൂടുതൽ പറയുന്നത് ശരിയല്ല. അങ്ങേക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. കണ്ണൂർ DCC പ്രസിഡന്റായി പ്രവർത്തിച്ച പാരമ്പര്യ സുധാകരനുണ്ട്. ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു കാലഘട്ടമായിരുന്നു അത്. അതെ, ഞാൻ KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ എന്നോടൊപ്പം 9 വർഷം ജനറൽ സെക്രട്ടറി ആയി പ്രവർത്തിച്ച ആളാണ് സുധാകരൻ. ഒരു കാര്യം ഞാൻ തുറന്നു പറയട്ടെ, പാർട്ടിക്ക് വേണ്ടി ഇന്ന കാര്യം ചെയ്യണമെന്ന് സുധാകരനോട് പറഞ്ഞാൽ അത് ചെയ്യാനുള്ള ആത്മാർത്ഥതയും തന്നെ സുധാകരൻ എന്നും കാണിച്ചിട്ടുണ്ട്. സുധാകരന് ഇഷ്ടമില്ലാത്ത ഒരാളിനെ DCC പ്രസിഡന്റ് ആകാൻ ഞാൻ ഉമ്മൻചാണ്ടി നിർബന്ധിച്ചപ്പോൾ ആ നിർബന്ധം പാർട്ടിക്ക് അനിവാര്യമാണെന്ന് ഞങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ അത് അംഗീകരിച്ച് കണ്ണൂർ DCC പ്രസിഡന്റായി വെച്ച് മുന്നോട്ട് കൊണ്ടുപോയാണ്. പാർട്ടി എടുക്കുന്ന തീരുമാനം അംഗീകരിക്കുന്ന ഒരാളാണ്. തീർച്ചയായും സുധാകരന്റെ വഴികളിൽ ധാരാളം ബുദ്ധിമുട്ട് KPCC പ്രസിഡന്റായി നിൽക്കുന്ന ആള് അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മറ്റാരേക്കാൾ അറിയാവുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് വളരെ നിർണായകമായ ഈ കാലഘട്ടത്തിൽ, ബുദ്ധിമുട്ടേറിയ ഈ കാലഘട്ടത്തിൽ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ അങ്ങേക്ക് കഴിയണം. അതിന് അങ്ങേക്ക് എല്ലാവിധ പിന്തുണയും സഹകരണവും വാഗ്ദാനം ചെയ്യാൻ ഈ അവസരം ഞാൻ അദ്ദേഹം കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. ഉമ്മൻചാണ്ടി KSU പ്രസിഡന്റ് ആയിരുന്നപ്പോൾ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. കേരള കാലിക്കറ്റ് സർവകലാശാലയുടെ യൂണിയൻ ചെയർമാനായിരുന്നു. 7-8 തവണ പാർലമെന്റ് അംഗം, അതും കണ്ണൂരിൽ നിന്നും വടകരയിൽ നിന്നും പാർലമെന്റ് അംഗമായി ജയിച്ചു വന്ന് കേന്ദ്രമന്ത്രിയായി 2 തവണ വന്നയാളാണ്. ഓട് പൊളിച്ചിറങ്ങി വന്ന ആളൊന്നുമല്ല. ചിലരുടെ ഫേസ്ബുക്കിൽ എഴുത്ത് കണ്ടെത്തുന്നു അദ്ദേഹം എന്തോ ഇന്നലെ രാത്രിയിൽ ഓട് പൊളിച്ച് KPCC പ്രസിഡന്റ് ആയ ആളാണെന്ന് തോന്നുന്നു. ഈ നാടിന് വേണ്ടി, പാർട്ടിക്ക് വേണ്ടി നിതാന്ത ജാഗ്രതയോടെ ഒരു ഗാന്ധിയനായി പ്രവർത്തിച്ചു വന്ന അദ്ദേഹം ഒരിക്കലും അഴിമതിയുടെ കറപുരളാത്ത, വിമർശനങ്ങൾ മനസ്സോടുകൂടി സ്വീകരിക്കാൻ എന്ന് ശ്രമിച്ചിട്ടുള്ള മാതൃകയായ ഒരു വ്യക്തിയാണ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അദ്ദേഹത്തിന്റെ ഈ 2 വർഷക്കാലത്തെ പ്രവർത്തനം മാതൃകാപരമാണ്, അഭിമാനകരമാണ്. കോൺഗ്രസിന് എന്നും ഓർക്കാൻ കഴിയുന്ന ഏടുകളാണ് അദ്ദേഹം സംഭാവന ചെയ്തത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന് ഞാൻ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. കേരളത്തിലെ കോൺഗ്രസ് പുതിയ ആവേശത്തോടെ, പുതിയ ചൈതന്യത്തോടെ ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും മംഗളങ്ങൾ നേരുന്നു. നമസ്കാരം. ജയ്. 1925 ജൂലൈ 20-ാം തീയതിയാണ് ആദ്യത്തെ KPCC പ്രസിഡന്റായി K. മാധവൻ നായർ വരുന്നത്. K. മാധവൻ നായർ തൊട്ട് ഗാന്ധിയനായ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വരെയുള്ള പ്രഗത്ഭമതികളുടെ പിൻഗാമിയായിട്ടാണ്. KS എന്ന് പറയുമ്പോൾ കരുത്തിന്റെയും സമർപ്പണത്തിന്റെയും കർമ്മശേഷിയുടെയും പ്രതീകമായ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റുകാരുടെ, വർഗീയവാദികളുടെ പേടി സ്വപ്നമായിട്ടും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകൻ, ഒരു സാധാരണ പ്രവർത്തകന്
ഒരാവശ്യം വന്നാൽ അവിടേക്ക് ഓടിയെത്തുന്ന ശ്രീ കെ സുധാകരൻ KPCCയുടെ അധ്യക്ഷനായിട്ട് കടന്നു വരുന്നത്. ബഹുമാനനായ ശ്രീ രമേശ് ചെന്നിത്തല ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഹീനമായ രാഷ്ട്രീയ പ്രചരണം ഇന്നലെ മുതൽ CPM ആരംഭിച്ചിട്ടുണ്ട്. അതിനെ കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകരും നേരിടുവാനുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ടായിരിക്കണം നമുക്ക് ഇവിടുന്ന് പോകേണ്ടത്. കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ഏത് ചെകുത്താനെയും കൂട്ടുപിടിക്കുമെന്ന് പറഞ്ഞ BJPയോടൊപ്പം കൂടിയ EMSന്റെ അനുയായികളാണ്. 2009 മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റിന്റെ അവിശ്വാസ പ്രമേയത്തിൽ കൂടി അട്ടിമറിക്കാൻ BJPക്കൊപ്പം ചേർന്ന് വോട്ട് പിടിച്ചവരാണ്. ഈ തൊട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അമിത്ഷായുടെ മുദ്രാവാക്യമായ കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടിയിട്ട് CPM BJPയുടെ RSSന്റെ വോട്ട് വാങ്ങി വിജയിച്ചവരാണ്. അവരാണ് KPCCയുടെ അധ്യക്ഷനെതിരായിട്ടുള്ള ഹീന പ്രചരണവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അതിനോടുള്ള പ്രതികരണവും അദ്ദേഹം ഇവിടെ രേഖപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും ഇപ്പോൾ പല മാധ്യമങ്ങളിൽ കൂടി ഈ സമ്മേളനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടി KPCCയുടെ ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ കെ സുധാകരനെ നിങ്ങൾക്ക് വേണ്ടി ക്ഷണിക്കുന്നു. ബഹുമാനായ KPCCയുടെ മുൻ പ്രസിഡന്റ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, കോൺഗ്രസിന്റെ രാഷ്ട്രീയ മുഖമായ ശ്രീ ഉമ്മൻചാണ്ടി, കേരളത്തിലെ കരുത്തനായ പ്രതിപക്ഷ നേതാവായി ഭരണകക്ഷിയെ അഴിമതി ആരോപണത്തിന്റെ ചളിക്കൂട്ടിൽ ചവിട്ടിത്താഴ്ത്താൻ അക്ഷീണം പരിശ്രമിച്ച് കോൺഗ്രസിന് നേതൃത്വം കൊടുത്ത ദീർഘകാലത്തെ കോൺഗ്രസിന്റെ KPCC അധ്യക്ഷൻ കൂടിയായ ശ്രീ രമേശ് ചെന്നിത്തലജി, AICC കേരളത്തിലെ കോൺഗ്രസിന് വഴികാട്ടിയായി ഉലകലേന്ത്യാ ജനറൽ സെക്രട്ടറിയെയും 3 സെക്രട്ടറിമാരെയും സംസ്ഥാനത്തിന് തന്നിട്ടുണ്ട്. ഒരുപാട് സംസ്ഥാനത്ത് ഒരുപാട് അഖിലേന്ത്യാ സെക്രട്ടറിമാർ വന്നിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഓർമ്മയിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്കും കേരളത്തിലെ കോൺഗ്രസിനും വേണ്ടി ഇത്രയേറെ ത്യാഗം ചെയ്ത് പ്രവർത്തിച്ച അഖിലേന്ത്യാ ഭാരവാഹികളാണ്. താരിഖ് അൻവർജി ആയാലും ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്ത് നമുക്ക് നേതൃത്വം തന്നു. 3 സെക്രട്ടറിമാരായ ശ്രീ ഐവാൻ ഡിസോസ, ശ്രീ വിശ്വനാഥൻ, ശ്രീ മോഹൻ, എല്ലാവരും ഇവിടെ മാസങ്ങളോളം താമസിച്ച് കേരളത്തിലെ കോൺഗ്രസിന് ചൈതന്യം നൽകാൻ അക്ഷീണം പരിശ്രമിച്ചവരാണ്. അവരിപ്പോഴും നമ്മുടെ കൂടെ ഈ വേദിയിലുണ്ട്. സമാരാധ്യരായ ആ നേതാക്കളോട് നന്ദി പറഞ്ഞുകൊണ്ട് പ്രിയ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും താരിഖ് അൻവർജി സെക്രട്ടറിമാരായ ഐവാൻ ഡിസൂസ, വിശ്വനാഥൻ, ശ്രീ മോഹൻ, വേദിയിലെ കൊടിക്കുന്നിൽ സുരേഷ്, വർക്കിംഗ് പ്രസിഡന്റുമാരായ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, തോമസ്, ടി സിദ്ദീഖ്, മുൻ പ്രസിഡന്റുമാരായ ശ്രീ മുരളീധരൻ, ശ്രീ MM ഹസൻ, ശ്രീ വിശ്വനാഥ്, നേതാക്കന്മാരില്ല, പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, വളരെ സന്തോഷത്തോടെയാണ് ഈ മുഹൂർത്തം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. പുതിയ KPCC അധ്യക്ഷന്റെ നിയമനം പ്രവർത്തകന്മാരിലൊക്കെ വളരെയേറെ ആവേശമുണ്ടാക്കി എന്ന് പ്രവർത്തകരുടെ പ്രതികരണങ്ങൾ ബോധ്യപ്പെടുത്തുന്നു. അനുദിനം ഉയർന്നു വരുന്ന ആ പിന്തുണയും ആ മുദ്രാവാക്യവും ഫേസ്ബുക്ക് പോസ്റ്റിങ്ങുമൊക്കെ എന്നെ ഭയപ്പെടുത്തുന്നു. ഇത്രയേറെ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന പൊതുസമൂഹം രാഷ്ട്രീയത്തിലെ കോൺഗ്രസ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എതിർപ്പാളയത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും അഭിനന്ദന സന്ദേശമയച്ച് അനുമോദിക്കുമ്പോൾ അവരിലൊക്കെ മനസ്സിനകത്തുള്ള ഒരു പ്രതീക്ഷ ഞാൻ നോക്കി കാണുന്നു, ഞാൻ വായിക്കുന്നു. അതൊരു ആശങ്ക എന്റെ മനസ്സിന്റെ അകത്തുണ്ട്. നിങ്ങളുടെ എല്ലാം പ്രതീക്ഷക്കനുസരിച്ച് ഉയരാനും പാർട്ടിയെ ഒരു റിനോവേഷൻ നടത്തി
അതിശക്തിമത്തായി തിരികെ കൊണ്ടുവരാനും എത്രമാത്രം സാധിക്കും എന്നൊരാശങ്ക മനസ്സിലറിയില്ലാതില്ല. ഈ ഹാളിലിരിക്കുന്ന എന്റെ വാക്കുകൾ കേൾക്കുന്ന നേതാക്കന്മാർ ഈ പാർട്ടിയുടെ ഓരോ ജില്ലയിലെയും കരുത്തുറ്റ നേതാക്കന്മാരാണ്. പാർട്ടിക്ക് താങ്ങും തണലുമാകുന്ന ആളുകളാണ് എന്റെ മുൻപിലിരിക്കുന്ന എല്ലാ ആളുകളും. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നമുക്ക് ഈ ജനം പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ നമ്മൾ ഒത്തുപിടിച്ചാലത് നടക്കും എന്നുള്ള എന്റെ പൂർണ്ണ വിശ്വാസം നിങ്ങളുമായി ഞാൻ പങ്കുവെക്കും. പക്ഷേ നമ്മളൊരു 5 വർഷമെങ്കിലും കഠിന പ്രയത്നം ചെയ്ത് കോൺഗ്രസിന്റെ കരുത്തിനെ മുഴുവനായി തിരികെ എടുക്കാൻ നമുക്ക് സാധിക്കും. കോൺഗ്രസ് ഒരു തകരേണ്ട പാർട്ടിയല്ല, കോൺഗ്രസ് ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇല്ലാതാകേണ്ടുന്ന പാർട്ടിയല്ല. കാരണം ഈ രാജ്യം കോൺഗ്രസിന്റെ സൃഷ്ടിയാണ്. ഈ രാജ്യം നിൽക്കുന്നത് കോൺഗ്രസ് ഉണ്ടാക്കി വെച്ച രാഷ്ട്രീയ മൂല്യങ്ങളുടെ അടിത്തറക്ക് മുകളിലാണ്. സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ഈ രാജ്യം ഏറെക്കാലം നിലനിൽക്കുമെന്നൊന്നും ലോകത്തിലാരും കരുതിയിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാം. ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യം, വൈരുദ്ധ്യങ്ങളും വൈവിധ്യങ്ങളുമുള്ള ഈ മണ്ണിൽ എത്ര കാലം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നിലനിൽക്കുമെന്ന് ആശങ്ക പ്രകടിപ്പിച്ചവരാണ് ലോകത്തിലെ ചരിത്രകാരന്മാർ. അൽഡസ് ഹക്സ്ലി എന്ന് പറയുന്ന പ്രമുഖ ബ്രിട്ടീഷ് ചരിത്രകാരൻ, അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്, ഇന്ത്യ ഇത് റിയാലിറ്റി എന്ന് പറയുന്ന ഒരു പുസ്തകം. അതിൽ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ വ്യത്യസ്തതകളെല്ലാം വളരെ സവിസ്തരം പ്രതിപാദിച്ച് അദ്ദേഹം അവസാനം കൺക്ലൂഡ് ചെയ്തത് no one can make a nation out of a continent of many nations എന്നാണ്. ഒരു ബഹുരാഷ്ട്ര സമുച്ചയത്തിൽ നിന്നൊരു രാഷ്ട്രത്തിന്റെ അസ്തിത്വം പകരാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും സാധിക്കില്ല. ഇന്ത്യയുടെ വൈവിധ്യമാണ് പ്രശ്നം. മതങ്ങൾ വ്യത്യസ്തം, വർണ്ണങ്ങൾ വ്യത്യസ്തം, വർഗങ്ങൾ വ്യത്യസ്തം, ഭാഷകൾ വ്യത്യസ്തം, സംസ്കാരങ്ങൾ വ്യത്യസ്തം. ഇതിനെ കോർത്തിണക്കിക്കൊണ്ടൊരു രാഷ്ട്രം മുൻപോട്ട് പോകുന്നു. എത്ര വർഷമായി? സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ അകത്ത് വർഷങ്ങളേറെ പിന്നിടുമ്പോഴും ആ മതേതരത്വം ഇന്ത്യയിൽ ഇന്നും നിൽക്കുന്നു. ആ ജനാധിപത്യം ഇന്ത്യയിൽ ഇന്നും നിൽക്കുന്നു. വ്യത്യസ്തമായ വർഗങ്ങളും വർണ്ണങ്ങളും സംസ്കാരങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇന്നും ഇന്ത്യയിൽ സംരക്ഷിക്കപ്പെടുന്നു. എന്തുകൊണ്ട് എന്ന് നമുക്ക് ആലോചിക്കണോ? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? മറ്റേതെങ്കിലുമായിരുന്നുവെങ്കിൽ വർഗീയ കലാപം കൊണ്ട് നാട് തകരില്ലേ? വംശീയ കലാപം കൊണ്ട് നാട് തകരില്ലേ? ഭാഷാ കലാപം കൊണ്ട് നാട് തകരില്ലേ? സാംസ്കാരിക കലാപം കൊണ്ട് നാട് തകരില്ലേ? എന്തുകൊണ്ട് ഇത് തകർന്നില്ല? അവിടെയാണ് കോൺഗ്രസിന്റെ പ്രസക്തി, അവിടെയാണ് കോൺഗ്രസിന്റെ കരുത്ത്. നാം കോൺഗ്രസ് സംഭാവന ചെയ്ത എല്ലാ മൂല്യങ്ങൾ ഇന്നും ആർക്കും തകർക്കാൻ സാധിക്കാത്ത വിധം നിലനിൽക്കുന്നത് കോൺഗ്രസ് ഒരുക്കിക്കൊടുത്ത സൗകര്യങ്ങളും വിശ്വാസങ്ങളും വിശ്വാസ പ്രമാണങ്ങളും ആരാലും തകർക്കാൻ സാധിക്കാത്ത വിധം ഭദ്രമാണ് ഇന്ത്യൻ ഭരണഘടന, ഫെഡറൽ സംവിധാനം. ഈ രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുന്ന ഭരണഘടനയുണ്ടല്ലോ. ആ ഭരണഘടന ഈ ലോകത്തിനോട് ഭരണഘടനയോടും താരതമ്യം ചെയ്യാൻ സാധിക്കുന്നതല്ല. എല്ലാറ്റിൽ നിന്നും ഇന്ത്യ രാജ്യം നിലനിന്ന് വംശീയ കലാപം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, വർഗീയ കലാപം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, സാംസ്കാരിക കലാപം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ ആ കലാപങ്ങൾക്കൊന്നും ഇടം നൽകാതെ ഒരു രാഷ്ട്രത്തിന്റെ അസ്തിത്വവും ഐക്യവും സംരക്ഷിക്കാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു എന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ നാടിന് കൊടുത്തിരിക്കുന്ന ആരാലും നിഷേധിക്കാൻ സാധിക്കാത്ത ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ സമ്പത്താണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് വേണം. ആ പാർട്ടി ഇവിടെ വേണ്ടേ? ആ പാർട്ടി ഇവിടെ നിലനിൽക്കണ്ടേ? നമുക്ക് ഉണ്ടായിക്കൊണ്ട് ശ്രീ രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി, ഇവിടെ നമ്മളും ഇടതുപക്ഷം തോറ്റപ്പോ ഇന്ത്യ കേരളത്തിൽ കോൺഗ്രസ് തകർന്നുപോയി എന്നൊക്കെ പറയുന്ന വാദത്തോടൊന്നും നമുക്ക് ആർക്കും യോജിപ്പൊന്നുമില്ല. എവിടെയാണ് കോൺഗ്രസ് തകർന്നത്? ഞാൻ ചോദിക്കുന്നു, 96 പാർലമെന്റ് സീറ്റിൽ പാർലമെന്റ് മത്സരത്തിൽ 20 സീറ്റിൽ 19 സീറ്റ് UDF ജയിച്ചില്ലേ? ഇന്ന് ജയിച്ചു വലിയ കരുത്തുള്ള പാർട്ടിയാണ്, കരുത്തുള്ള മുന്നണിയാണെന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ സീറ്റല്ലേ? അന്ന് ആരെങ്കിലും പറഞ്ഞു CPM ഇടതുപക്ഷം തകർന്നുപോയി എന്ന്? അന്ന് ഏതെങ്കിലും പുസ്തകമാറ്റങ്ങൾ എഴുതിയോ അവിടെ CPM തകർന്നു തരിപ്പണമായി പോയി എന്ന്? ഇല്ല.
ജനാധിപത്യ സംവിധാനത്തിൽ ഇതൊക്കെ സ്വാഭാവികമാണ്. ഇടതുപക്ഷവും നമ്മളും തമ്മിലുള്ള മാർജിൻ വ്യത്യാസം രമേശ് ജിയുടെ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഒരു നേരിയ മാർജിന്റെ വ്യത്യാസത്തിൽ നിൽക്കുന്ന ഇവിടെ നമുക്ക് തിരിച്ചു വരാൻ എന്താ പ്രയാസം? നിങ്ങൾക്ക് ആത്മവിശ്വാസമില്ലേ? നിങ്ങൾക്ക് ആത്മഭയമില്ലേ? നിങ്ങൾക്ക് തിരിച്ചു വരുമെന്നോ നിങ്ങൾ പ്രതീക്ഷയില്ലേ? ആ പ്രതീക്ഷയുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, കർമ്മത്തിന്റെ പാതയിലേക്ക് 5 വർഷം കടന്നു പോകാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അധികാരത്തിന്റെ പിറകെ സ്ഥാനമാനങ്ങളുടെ പിറകെ പോകാതെ പാർട്ടിയെ പ്രാദേശിക തലങ്ങളിൽ കരുത്ത് പിടിപ്പിക്കാൻ, ആ പ്രസ്ഥാനത്തിന് കരുത്തു പകരാൻ, ആളുകളെ പാർട്ടിക്കകത്തേക്ക് കൊണ്ടുവരാൻ, അവർക്ക് കർമ്മശേഷി പകർന്നു കൊടുക്കാൻ, അതിനുള്ള ഒരു സന്മനസ്, വിശാലമായ മനസ്സ് ഈ പാർട്ടിക്ക് വേണ്ടി ഏറ്റെടുക്കാൻ നിങ്ങൾക്കുണ്ടോ മനസ്സ്? എങ്കിൽ നമുക്കുണ്ട് വിജയം ഉണ്ട്. നമുക്ക് പാർട്ടിയെ തിരികെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ഒന്ന് പരീക്ഷിച്ചൂടെ? പുതിയ നേതൃത്വത്തിന് മുൻപിൽ ഒരുപാട് പദ്ധതികളും പരിപാടികളും ചർച്ചയുണ്ട്. എല്ലാ നേതൃത്വവുമായി ഒറ്റക്കെട്ടായി ഇന്ന് ചർച്ച നടത്തി നമ്മൾ അതിൻ്റെ അകത്തൊരു ചില പരിഹാര മാർഗങ്ങളൊക്കെ നിശ്ചയിക്കും. നമുക്ക് കരുത്തോടെ വരുന്ന പാർലമെന്റ് ഇലക്ഷൻ ആരോപണത്തേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നമുക്ക് തിരിച്ചു വരണം. ഒരു പ്രതിജ്ഞയാണ്. ആ പ്രതിജ്ഞ പ്രാവർത്തികമാക്കാനുള്ള പ്രവർത്തനം നിങ്ങൾക്കുണ്ടാകണം. നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കണം. DCC പ്രസിഡന്റ് ആകണമെന്ന ആഗ്രഹം നമുക്ക് സ്വാഭാവികം. DCC ഭാരവാഹി ആകണമെന്ന ആഗ്രഹം നമുക്ക് സ്വാഭാവികം. APCC നേതൃത്വം ആകണമെന്ന് നമുക്ക് സ്വാഭാവികം. പക്ഷേ അത് മാത്രമാണ് ഒരു പാർട്ടി നേതാവിന്റെ ഉത്തരവാദിത്വവും ആഗ്രഹവും എന്ന് പറയരുത്. പാർട്ടി തിരിച്ചു വരണം എന്ന ആഗ്രഹവും അതിനനുസൃതമായ പ്രവർത്തനവും നടത്താൻ നമുക്ക് സാധിക്കും. പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് ആഴത്തിലേക്കും പരപ്പിലേക്കും കടന്നില്ല. CPM-ന് ഭയമുണ്ട്. നമ്മളെ കേൾക്കുന്നവരെ സംശയമുണ്ടോ CPM-ന് ഭയമുണ്ട് എന്ന കാര്യത്തിൽ? CPM-ന് ഭയമുള്ളത് കൊണ്ടാണ് നേരത്തെ രമേശ് പറഞ്ഞില്ലേ, പുതുതായി വന്ന KPCC പ്രസിഡന്റിനെ വർഗീയവാദിയായി ചിത്രീകരിക്കാനുള്ള ശ്രമം അവിടെ ആരംഭിച്ചു കഴിഞ്ഞില്ലേ? ഒരു അജണ്ടയാണത്. പക്ഷേ ജനങ്ങളോട് പറയണം, ആരാണ് RSS-മായി ബന്ധപ്പെട്ടവർ? ആരാണ് RSS-ന്റെ പിന്നാമ്പുറം പറ്റി നടന്നവർ? ആരാണ് RSS-നോടൊപ്പം യോജിച്ചവർ? ആരാണ് RSS-ന്റെ വോട്ട് വാങ്ങി MLA ആയവർ? അവിടെ പരിശോധിക്കണം. CPM-ന് നട്ടലോടെ പറയാൻ സാധിക്കോ? കേരളത്തിൽ ഞങ്ങളൊന്നും ആരും RSS-ന്റെ പിന്തുണക്കാരില്ല. ഞങ്ങളൊന്നും RSS-ന്റെ പിന്തുണ കൊണ്ട് വോട്ട് നേടിയിട്ട് ജയിച്ചിട്ടില്ല. ഞങ്ങളൊന്നും എവിടെയും അവരുടെ സഹായം തേടിയിട്ടില്ല. പക്ഷേ നിങ്ങൾ എങ്ങനെയാണോ പുതിയ APCC പ്രസിഡന്റിന്റെ രാഷ്ട്രീയ അഭിപ്രായത്തെ കുറിച്ച് AICC അഭിപ്രായം പറയണം എന്നൊക്കെ പറഞ്ഞപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അവസ്ഥ എന്താ? അദ്ദേഹം ഒരു കാലത്ത് എവിടെയായിരുന്നു? BJP-യുടെ RSS-ന്റെ വോട്ട് വാങ്ങി മത്സരിച്ച് ജയിച്ചയാളാണ്. വർഗീയ കലാപത്തിൽ അദ്ദേഹത്തിന്റെ സഹോദരനടക്കം കുടുംബമടക്കം പങ്കെടുത്തതാണ്. തലശ്ശേരി കലാപത്തിൽ RSS-ന്റെ അവരെ RSS-നോടൊപ്പം ചേർന്ന് വർഗീയ കലാപത്തിന് പങ്കെടുത്ത അവരാണോ RSS-കാർ? ഞാനാണോ RSS? CPM-മായി വോട്ട് BJP-യുമായി സഖ്യം ചേർന്ന് വോട്ട് വാങ്ങി MLA ആകാൻ മത്സരിച്ച പിണറായിയാണോ RSS? ഞാനാണോ RSS? ജനം തീരുമാനിക്കണ്ടേ? ജനം തീരുമാനിക്കണം. എന്റെയും കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും ഒന്നും ആ ലേബൽ അടിച്ച് ഞങ്ങളെയും ഒറ്റപ്പെടുത്തി തകർത്ത് കളയാമെന്ന് CPM കരുതുന്നുവെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പ് പൊക്കിപ്പിടിച്ച ഒരുപാട് ആരോപണങ്ങൾ പോയ വഴിയെ നിങ്ങൾ ഈ പ്രസ്ഥാനം കൊണ്ടുപോകും എന്നെനിക്കറിയാം. അതൊന്നും ജനങ്ങളെ മുമ്പിൽ വിശ്വസിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. മൈനോറിറ്റിയുടെ വോട്ട് വാങ്ങാൻ ഏതും ചെയ്യാൻ ഇന്ന് മനസ്സ് കാണിക്കുന്നു. പള്ളിയെ തള്ളിപ്പറഞ്ഞവർ, അമ്പലത്തെ തള്ളിപ്പറഞ്ഞവർ, അമ്പലത്തിന് പകരം സാംസ്കാരിക കേന്ദ്രം വെക്കണമെന്ന് പറഞ്ഞവർ, ഭക്തജനങ്ങളെ അപമാനിച്ചവർ, അവരിന്ന് പള്ളി തേടി നടക്കുന്നു, ചർച്ച് തേടി നടക്കുന്നു, അമ്പലം തേടി നടക്കുന്നു. വിശ്വാസിയാണെന്ന് പറയുന്നു. വോട്ട് വാങ്ങാൻ വേണ്ടി എല്ലാ പ്രത്യയശാസ്ത്രപരമായ വീക്ഷണങ്ങളെയും ബലി കൊടുത്ത ഒരു പാർട്ടിക്ക് ഞങ്ങളെ പോലുള്ള നേതാക്കന്മാരെ അചഞ്ചലമായ വിശ്വാസ പ്രമാണവുമായി പോകുന്ന ഞങ്ങളെ പോലുള്ള നേതാക്കന്മാരെ ഒന്നും വിമർശിക്കാൻ പിണറായി വിജയൻ വളർന്നിട്ടില്ലെന്ന് മാത്രം ഞാൻ ഈ സന്ദർഭത്തിൽ ഇവിടെ ഓർമ്മപ്പെടുത്തുക. ഞാൻ ചോദിക്കുന്നു, പാർട്ടിക്ക് കരുത്തുപകരാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്ന് പ്രതിജ്ഞയെടുക്കാൻ നിങ്ങൾക്ക് ഇന്ന് സാധിക്കണം. ഒരുപാട് മാറ്റങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നു. ആ മാറ്റങ്ങളൊക്കെ പാർട്ടിക്ക് കരുത്തു പകരാനാണ്. പാർട്ടിക്ക്
പാർട്ടിക്ക് കരുത്ത് പകരാൻ അക്ഷീണം പരിശ്രമിക്കാനുള്ള നല്ലൊരു മനസ്സിന്റെ ഉടമസ്ഥരായി വേണം നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ. അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ കാണുന്ന പ്രതീക്ഷ അസ്ഥാനത്താകും. അവർ നിരാശരാകും. അതുകൊണ്ട് തന്നെ അവരെ വിശ്വാസത്തിനെടുത്ത് പാർട്ടിക്ക് അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള പ്രവർത്തനത്തിന്റെ പന്ഥാവിൽ എല്ലാം മറന്നൊന്നിക്കാൻ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാർക്ക്, പ്രവർത്തകന്മാർക്ക്, നേതാക്കന്മാർക്ക് സാധിക്കും. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. എന്റെ പ്രവർത്തന രാഹിത്യം കൊണ്ടോ, എന്റെ കഴിവുകേട് കൊണ്ടോ, എന്റെ തെറ്റായ പ്രവർത്തനം കൊണ്ടോ ഈ പ്രസ്ഥാനത്തിന്റെ ഒരു ചിറക് പോലും മറ്റുപോകില്ല എന്ന് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുന്നു. സുതാര്യമായി, സത്യസന്ധമായി, ആത്മധൈര്യത്തോടെ എതിരാളികൾക്കെതിരെ പറയേണ്ടതും മുഖത്ത് നോക്കി പറഞ്ഞു പ്രതിക്കൂട്ടിൽ കരുത്തിയും നിങ്ങളുടെ പിൻബലത്തോടുകൂടി പ്രവർത്തിക്കാൻ എനിക്കിവിടെ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു. പിന്തുണ നൽകാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, കൈ കോർക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, എനിക്കൊരു കൈത്താങ്ങാവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഒരു സംശയവും വേണ്ട, ഈ പാർട്ടിയെ തിരികെ എടുക്കാൻ ഏറെ കാലത്തെ താമസമൊന്നും നമുക്ക് വേണ്ട. ചെറിയ കാലത്തെ പ്രവർത്തനം കൊണ്ട് നമുക്ക് സാധിക്കും. ഇത്തിരി വിട്ടുവീഴ്ചയ്ക്കും ഇത്തിരി സ്ഥാനമാനങ്ങളൊക്കെ മാറ്റിവെക്കാനും ഒരു വലിയ മനസ്സ് നിങ്ങളുണ്ടെങ്കിൽ എനിക്ക് വിശ്വാസമുണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നതർപ്പിച്ച കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ വിശ്വാസമുണ്ടല്ലോ. ആ വിശ്വാസത്തിന് എനിക്ക് അവരൊരു കടപ്പാടുണ്ട്. ആ കടപ്പാട് പ്രവർത്തനത്തിന്റെ നേട്ടത്തിലൂടെ തിരിച്ചു കൊടുക്കാൻ ഒരു അവസരം എനിക്ക് ഉണ്ടാക്കി തരാൻ എന്നെ സ്നേഹിക്കുന്ന നിങ്ങളോട് ഞാൻ വിനയത്തോടെ അപേക്ഷിക്കുകയാണ്. സോണിയാജിയോടും രാഹുൽജിയോടും പ്രിയങ്കാജിയോടുമുള്ള നമ്മുടെയൊക്കെ കടപ്പാട്, ബാധ്യത ഏത് പ്രതിസന്ധിയിലും ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കാൻ ഇന്നും മനസ്സുകൊണ്ട് ആരോഗ്യം പോലും തുടർകരിച്ച് ഇന്നും കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്ന സോണിയാജിയുടെ ഒക്കെ വലിയ മനസ്സിന്റെ മുമ്പിൽ ഞാൻ നമ്മുടെ ശിരസ്കരാകുന്നു. മാഡം എന്നിലർപ്പിച്ച വിശ്വാസം പരമാവധി സംരക്ഷിച്ചുകൊണ്ട് അതിന് ഉചിതമായ റിസൾട്ട് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് ഉണ്ടാക്കുമെന്ന് അങ്ങേക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് അങ്ങയുടെ മനസ്സമ്മതത്തോടുകൂടി, ഈ നേതാക്കളുടെ മനസ്സമ്മതത്തോടുകൂടി ഈ സ്ഥാനം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് നിങ്ങളെ അറിയിക്കുന്നു. എല്ലാ ആളുകളും സ്ഥാപനങ്ങളും ആശംസകളും നേരുന്നു. നിങ്ങൾക്ക് നമസ്കാരം ചെയ്യും. मोबाइल दाते കാര്യം